അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ്. എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ്. അപ്പം ഇവിടെ നമുക്ക് എഫ് തീരുമാനിക്കണം, ജി തീരുമാനിക്കണം. അപ്പം ഇ റേസ് ടു എക്സ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളാം ഐലേറ്റിൽ ഏറ്റവും അവസാനമാണ് ഇ. അപ്പോൾ ഒരു ഡൗട്ടും വേണ്ട, മൂപ്പർ ഏറ്റവും അവസാനമാണ്. അപ്പം എഫ് ആയിട്ട് എക്സ് സ്ക്വയറും ജി ആയിട്ട് ഇ റേസ് ടു എക്സും. എഫിൽ നിന്ന് നമുക്ക് വേണ്ടത് എഫ് ഡാഷ് ആണ്. അപ്പോൾ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്, 2x. ദെൻ ഇന്റഗ്രൽ ജി ഡി എക്സ്. ജിയിൽ നിന്ന് നമുക്ക് വേണ്ടത് ഇന്റഗ്രൽ ആണ്, ഇന്റഗ്രൽ ജി ഡി എക്സ്. ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെ, ഇ റേസ് ടു എക്സ്. ഓക്കെ, സോ തുടങ്ങാൻ പോവാണ്, നോക്കിക്കോ. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു ആദ്യം എഫ് ഇൻറ്റു, അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ജി ഇ റേസ് ടു എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്, അല്ല സോറി, ഡെറിവേറ്റീവ് ഓഫ് എഫ്, അത് 2x ആണ്. അപ്പൊ 2 പിടിച്ച് പുറത്തിടുന്നു, എക്സ് അകത്തിടുന്നു, ഇൻറ്റു ഇന്റഗ്രൽ ജി, അത് ഇ റേസ് ടു എക്സ് ആണ്, ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ വരാൻ പോകുന്ന അടുത്തൊരു ചെറിയൊരു പ്രശ്നം എന്ന് പറയാൻ പറ്റൂല, ഒരു കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയി. എന്താണ് ആ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ? ഇത് കണ്ടോ, ഇവിടെ ഇന്റഗ്രൽ എക്സ് ഇ റേസ് ടു എക്സ് എന്നത് വീണ്ടും ഇൻഡുലാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇത് 1 ഇൻറ്റു കോസ് എക്സ് ആയതുകൊണ്ട് കോസ് എക്സ് മാത്രമായി, ഇന്റഗ്രൽ കോസ് സൈനിലേക്ക് പോയി. ഇവിടെ അങ്ങനെയല്ല, ഇന്റഗ്രൽ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് അത് പിന്നെയും ഇൻഡുവിലാണ് വന്നിക്കുന്നത്, അത് വീണ്ടും ഇൻഡുവിൽ വന്നു. ഇന്റഗ്രൽ എക്സ് ഇ റേസ് ടു എക്സ് വീണ്ടും ഇൻഡുവിൽ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കഷ്ണം കണ്ടുപിടിക്കാൻ വീണ്ടും നമ്മൾ ബൈ പാർട്സ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ I1 എന്ന് വിളിക്കുന്നു, I1 എന്ന് വിളിക്കുന്നു. ഇനി I1 ചെയ്യാൻ പോവാണ്. I1 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇതിൽ എഫും ജിയും തീരുമാനിക്കണം. മനസ്സിലായോ? അതായത് നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ഇൻറ്റു ഇട്ടിട്ടാണ് തന്നത്, എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ്. അപ്പൊ രണ്ട് ഫംഗ്ഷൻസ് ഇൻറ്റു ഇട്ട് തരികയാണെങ്കിൽ നമ്മളവിടെ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. അങ്ങനെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വന്നപ്പോൾ അതിനുള്ളിൽ വീണ്ടും ഇൻറ്റു ഉള്ള ഇന്റഗ്രൽ വന്നു, വീണ്ടും ഇൻറ്റു ഉള്ള ഇന്റഗ്രൽ വന്നാൽ അതിനെ നമ്മൾ ബൈ പാർട്സ് പിന്നെയും ചെയ്യണം. അപ്പൊ ബൈ പാർട്സ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ വീണ്ടും ബൈ പാർട്സ് വരാം. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ എക്സാമ്പിൾസ് നിങ്ങൾ എക്സാമ്പിൾ പ്രതീക്ഷിക്കണം. കാരണം കുറച്ചും കൂടി ലെവൽ കൂടും അല്ലെ, എഴുത്തുകുത്തൊക്കെ കൂടും. അപ്പൊ ഇവിടെ എഫ് ആരാണ്? ഓൾജിബ്ര എക്സ്, ജി ആരാണ്? ഇ റേസ് ടു എക്സ്. ഇപ്പൊ എഫ് ഡാഷ് എന്താണ്? എക്സിന്റെ ഡെറിവേറ്റീവ് 1 വന്നാൽ കുഴപ്പമില്ല, കാരണം എന്താ? 1 കോസ് ആയി പോയില്ലേ, അപ്പൊ 1 പോയി. ഇവിടെ ഡെറിവേറ്റീവിൽ പിന്നെയും ഫംഗ്ഷൻ വന്നിട്ടാണ് ഇന്റഗ്രലിനുള്ളിൽ പിന്നെയും ഇൻറ്റുള്ള ഫോം വന്നത് അല്ലെ. ഇവിടെ എന്താണ്? എഫ് ഡാഷ് ഇൻറ്റു ഇന്റഗ്രൽ എന്നാണ്. ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കോൺസ്റ്റന്റ് ആവില്ല, പക്ഷെ ഡെറിവേറ്റീവ് എടുത്താൽ കോൺസ്റ്റന്റ് ആവും. ഇന്റഗ്രൽ എപ്പോഴും വലുതാവുക ചെയ്യുക, ഡെറിവേറ്റീവ് എപ്പോഴും ചെറുതാവുക ചെയ്യുക. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആവും, പക്ഷെ ഇന്റഗ്രൽ ഒരിക്കലും താഴേക്ക് ഇറങ്ങൂല, മേലോട്ടേ പോവുള്ളൂ. അപ്പം ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആയാൽ, അപ്പം മനസ്സിലാക്കിക്കോളാം, ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആവുന്ന കേസിൽ നമ്മൾ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനുള്ളിൽ വീണ്ടും ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വരില്ല. എന്നാൽ ഡെറിവേറ്റീവ് എടുക്കുമ്പം ഇത് കോൺസ്റ്റന്റ് ആണോ, ഇത് 2x ഫംഗ്ഷനാ, അപ്പോൾ ഉറപ്പിക്കാം അതിനുള്ളിൽ പിന്നെയും വരും. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ അഗൈൻ ഇന്റഗ്രൽ ജി ഡി എക്സ്, അയാൾ ഇ റേസ് ടു എക്സ് തന്നെ ആയിരിക്കും, ഇ റേസ് ടു എക്സ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ I1 ചെയ്യാൻ പോവാണ്. I1 ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു ആദ്യം എഫ് ആരാണ്? എക്സ്, ഇൻറ്റു ഇന്റഗ്രൽ ജി ഇ റേസ് ടു എക്സ് മൈനസ് ഇന്റഗ്രൽ എഫ് ഡാഷ് ആരാണ്? 1 ഇൻറ്റു ഇന്റഗ്രൽ ജി ഇ റേസ് ടു എക്സ് ഡി എക്സ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് ഇന്റഗ്രൽ 1 ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് ആയി. അപ്പം നമ്മൾക്ക് പണി കഴിഞ്ഞു. ഇനി ഇവിടെ ഇൻറ്റുള്ള ഫോം ഇല്ല, നേരിട്ട് ചെയ്യാം. അപ്പം എന്തായി? എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് പ്ലസ് സി. ഓക്കെ, ഇത് ആരാണ്? I1 ആണ്.
ഓക്കെ, ഇതാണ് നമ്മുടെ ഐ. ഇതാണ് ഐ. അപ്പൊ ഐ ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഡി എക്സ്. അതിലാണ് ആര് വന്നത്? I1 വന്നത്. അപ്പൊ ഞാൻ ഐ ഈക്വൽ ടു എഴുതാൻ പോവാണ്. ഐ ഈക്വൽ ടു എഴുതുമ്പോൾ ഞാൻ നേരത്തെ I1 ആണല്ലോ എഴുതിയത്. ഐ ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ്, എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് മൈനസ് ഒരു 2 അവിടെ പുറത്തുണ്ട്, 2 ഇൻറ്റു I1 എന്നാണ്. 2 ഇൻറ്റു I1. ഈ I1 നമ്മളിവിടെ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇയാളാണ്. അപ്പൊ എക്സ് ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ്, എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് പ്ലസ് സി. അപ്പോൾ പ്ലസ് സി അതിൻ്റെ ഉള്ളിൽ എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആവശ്യമില്ല. സി ഈസ് എൻ ആർബിട്രറി കോൺസ്റ്റന്റ്, ഡമ്മി വേരിയബിൾ ആണ്. 2 ഇൻറ്റു സി അഗെയിൻ സി തന്നെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ സി പുറത്തിട്ടാൽ മതി. അപ്പോൾ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് മൈനസ് 2x ഇ റേസ് ടു എക്സ് മൈനസ് 2 ഇ റേസ് ടു എക്സ് പ്ലസ് സി. ഞാൻ ആ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. അല്ല, ഇത് +2 ആണ്, കാരണം -2 കൊണ്ടല്ലേ. ഓക്കെ, എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് മൈനസ് 2I1 റെഡി. ഇത് -2 കൊണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആവും. ഓക്കെ, അപ്പം ബൈ പാർട്സ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ പിന്നെയും ബൈ പാർട്സ് വന്നു. അതാണ് ഈ കേസ് കേട്ടോ. നൗ അടുത്ത എക്സാമ്പിൾ. ഇവിടെ എക്സ് ലോഗ് എക്സ് ആണ്. എക്സ് ലോഗ് എക്സ് ഇപ്പം ചെയ്ത അതേ പരിപാടി തന്നെയാണ്. എഫ് തീരുമാനിക്കണം, ജി തീരുമാനിക്കണം. ഐ ലേറ്റ് എന്ന് പറയുമ്പോൾ എൽ ആണ് ആദ്യം വരിക. എൽ ലോഗാണ് ആദ്യം. അപ്പം എഫ് ആയിട്ട് ലോഗ് എടുക്കണം. അപ്പൊ ജി ആയിട്ട് എക്സ് എടുക്കണം. അപ്പൊ നോക്കിക്കേ, എഫിൽ നിന്ന് എഫ് ഡാഷ് വേണം. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ജീന്റെ ഇന്റഗ്രൽ വേണം. ഇന്റഗ്രൽ ജി ഡി എക്സ്. എക്സിന്റെ ഇന്റഗ്രൽ x²/2 ആണ്. എക്സിന്റെ ഇന്റഗ്രൽ x²/2 ആണ്. എക്സിന്റെ ഇന്റഗ്രൽ x²/2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? എക്സ് ലോഗ് എക്സ് ചെയ്യാൻ പോവാണ്. എക്സ് ലോഗ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രൽ എക്സ് എക്സ് ലോഗ് എക്സ് അല്ല. യെസ്, അതാണ് ഒരു പ്രശ്നം. ഇവിടെ ലോഗ് എക്സ് ഇൻറ്റു എക്സ് ആണ്. അപ്പൊ അങ്ങനെ ഇതേ കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ എഫ് ജി എന്നുള്ള ഓർഡർ കീപ്പ് ചെയ്യുന്നത് നല്ലതല്ലേ, അതുകൊണ്ടാണ്. അപ്പൊ ഇന്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു എക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം എഫ് ഇൻറ്റു, അപ്പൊ ലോഗ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ജി x²/2 മൈനസ് ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് 1/x ഇൻറ്റു ഇന്റഗ്രൽ ജി. ഇന്റഗ്രൽ ജി ആരാണ്? x²/2. അപ്പൊ ഇവിടെ പിന്നെയും ഇൻറ്റു വന്നല്ലോ. അപ്പൊ ബൈ പാർട്സ് വേണ്ടേ എന്ന് വിചാരിക്കരുത്. അവിടെ ഇൻറ്റു വന്നെങ്കിലും കുഴപ്പമില്ല. അത് കട്ട് ചെയ്യാൻ പറ്റുന്നവരാണ് വന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇയാൾ എന്തായി? x² log x by 2. ഈ by 2 പുറത്തേക്ക് എടുത്തു. 1/2 ഇന്റഗ്രൽ എക്സ് ഡി എക്സ്. 1/x x² കട്ടായി പോയി. x/2, ആ by 2 പുറത്തിട്ടു. അങ്ങനെയാണെങ്കിൽ ദ ആൻസർ കഴിയാൻ പോകുന്നു. x² log x by 2 minus 1/2 into xന്റെ ഇന്റഗ്രൽ x²/2 plus c. അപ്പോൾ the answer is x² log x by 2 minus x²/4 plus c. റെഡി അല്ലേ? നെക്സ്റ്റ് അടുത്തത് എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പം ഇവിടെ നമുക്ക് എഫ് തീരുമാനിക്കണം, ജി തീരുമാനിക്കണം. എഫ് ആരാണ്? ഐ ലേറ്റ് എന്ന് പറയുമ്പോൾ ഐ എന്നാണ് ആദ്യം. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ടാൻ ആണ് ആദ്യം വരേണ്ടത്. ടാൻ ഇൻവേഴ്സ് എക്സ് ദെൻ ജി എക്സ്. എഫിൽ നിന്ന് വേണ്ടത് ഡെറിവേറ്റീവ്. ടാനിന്റെ ഡെറിവേറ്റീവ് 1/1 plus x². ഇന്റഗ്രൽ ജി ഡി എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് x²/2. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്റഗ്രൽ എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ്. എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് is equal to എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് is equal to ആദ്യം എഫ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ജി x²/2 മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് 1/x². സോറി 1/1 plus x² ഇൻറ്റു ജി. ജി ആരാണ്? ഇന്റഗ്രൽ ജി x²/2.
Integral g x square by 2 dx. Okay. Integral g x square by 2. Okay. This is which is equal to tan inverse x into x square by 2. Now, x square tan inverse x by 2 minus 1 into x square എന്ന് വരും by 2 ഞാൻ എന്ത് ചെയ്യുന്നു പിടിച്ച് പുറത്തിടാൻ പോകുന്നു അപ്പോൾ by 2 പിടിച്ച് പുറത്തിട്ടു അങ്ങനെ പുറത്തിട്ട് കഴിഞ്ഞാൽ 1 by 2 integral x square by 1 plus x square dx എന്ന് കിട്ടും integral x square by 1 plus x square dx എന്ന് കിട്ടും ഇതിൽ നമുക്ക് ഇനി ഇയാളെ കണ്ടുപിടിക്കണം ഞാൻ ഇയാളെ മാത്രം i1 എന്ന് വിളിക്കാൻ പോവാണ് i1 എന്ന് വിളിച്ചു ഇനി ഞാൻ i1 എടുത്തു നോക്കിക്കോ integral x square by 1 plus x square dx അപ്പോൾ ഇവിടെ താഴെ മേലെയും ഒരേ പവറാണ് ഒരേ പവർ അപ്പോൾ എന്ത് ചെയ്താൽ മതി വെച്ചാൽ ഡിനോമിനേറ്ററിന്റെ പ്രസൻസ് ന്യൂമറേറ്ററിലും വരുത്തിക്കുക അപ്പോൾ ഡിനോമിനേറ്ററിൽ x square ഉണ്ട് ന്യൂമറേറ്ററിലും x square ഉണ്ട് ഡിനോമിനേറ്ററിൽ ഒരു +1 ഉണ്ട് അത് ന്യൂമറേറ്ററിൽ ഇല്ല അതിനോട് വരുത്തിക്കുക അപ്പോൾ വരുത്തിച്ചാൽ എന്താ വരിക ഇന്റഗ്രൽ x സ്ക്വയറിന്റെ കൂടെ 1 ആഡ് ചെയ്യുക 1 കുറയ്ക്കുക അപ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നിട്ട് ഈ ഇവിടെ കണ്ടോ അപ്പോൾ ഇതാരാണ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇതാരാണ് എക്സ് സ്ക്വയർ പ്ലസ് 1 അങ്ങനെയാണെങ്കിൽ ഈ മൈനസ് വെച്ച് ഇത് ബ്രേക്ക് ചെയ്യുക അപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടുക ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും സംഭവിക്കുക എന്താ ഇതാണ് കട്ടായി പോകുമ്പോൾ ഈക്വൽ ടു ഇന്റഗ്രൽ 1 മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആൻഡ് വെരി ക്വൈറ്റ് സിമ്പിൾ 1ന്റെ ഡെറിവേറ്റീവ് സോറി 1 ഇന്റഗ്രൽ എക്സ് മൈനസ് ഇതാരാണ് 1 by 1 plus x square 1 by 1 plus x square integral of 1 by 1 plus x square tan inverse ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square ആണെങ്കിൽ 1 by 1 plus x square ഡെറിവേറ്റീവ് tan inverse x ആണ് സോ x tan inverse x പ്ലസ് c അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിൽ ഈ ആൻസർ എഴുതാം ഇന്റഗ്രൽ x tan inverse x dx ഈക്വൽ ടു ഇതാ എവിടെ ഇതാ x square tan inverse x by 2 x square tan inverse x by 2 minus 1 by 2 ഉണ്ട് minus 1 by 2 into i1 ആയിരുന്നു i1 is x tan inverse x minus tan inverse x plus c now equal to common denominator 2 കൊടുക്കുന്നു മുകളിൽ x square into tan inverse x minus 1 into x minus into minus plus tan inverse x plus c വേണമെങ്കിൽ tan inverse x കൂടി വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം അങ്ങനെ പുറത്തേക്ക് എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ നിർത്തി ഓക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഈ പറഞ്ഞ ക്ലിയർ അല്ലേ ഇവിടെ എവിടെതാ മുകളിലും താഴെയും ഒരേ പവർ വരികയാണെങ്കിൽ ഡിനോമിനേറ്റർ കംപ്ലീറ്റ് ന്യൂമറേറ്ററിൽ എത്തിക്കുക അതിന് എന്തൊക്കെ വേണോ അതൊക്കെ ആഡ് ചെയ്യുക അപ്പോൾ ആരാണോ ആഡ് ചെയ്യുന്നത് അവരെ സെപ്പറേറ്റ് ചെയ്യണം എന്തൊക്കെ വേണോ അവരൊക്കെ സെപ്പറേറ്റ് ചെയ്യുക സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണം അപ്പോൾ ആഡ് ചെയ്ത് എത്തിക്കുകയാണെങ്കിൽ സബ്ട്രാക്ഷനും കൂടി ചെയ്യുക സെപ്പറേറ്റ് ചെയ്ത് എത്തിക്കുകയാണെങ്കിൽ ആഡ് ചെയ്യുക എന്നിട്ട് ബ്രേക്ക് ചെയ്യുക കട്ട് ചെയ്ത് 1 ആക്കുക ബാലൻസ് റൂളിലേക്ക് മാച്ച് ആയിക്കോളും അത് ഈ കേസിൽ നിന്നല്ല ഇൻ എവരി കേസ് ഓക്കെ നെക്സ്റ്റ് അടുത്ത് കണ്ടോ ഇന്റഗ്രൽ ലോഗ് എക്സ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ നോക്കിക്കോ ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ അതിനെ ലോഗ് എക്സ് ഇൻറ്റു 1 എടുത്താൽ മതി അതായത് ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ ഇത് റൂൾസിലൊന്നും ഉണ്ടായിരുന്നില്ല ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ ഇത് റൂൾസിൽ ഉണ്ടായിരുന്നില്ല നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് അത് ചെയ്യാൻ പോവാണ് ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ പോവാണ് ഓക്കെ അപ്പോൾ നോക്കിക്കോ ഇവിടെ എഫ് വേണം ജി വേണം ലോഗാണ് എപ്പോഴും ഫസ്റ്റ് എടുക്കുക ഓൾജിബ്ര സെക്കൻഡ് അപ്പോൾ ലോഗ് എഫ് ആയിട്ടും ജി 1 ആയിട്ടും എടുക്കുക അപ്പം ആദ്യം എഫ് ഡാഷ് ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1 by x ഇന്റഗ്രൽ ജി ഡി എക്സ് 1ന്റെ ഇന്റഗ്രൽ എക്സ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ലോഗ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ജി എക്സ് മൈനസ് ഇന്റഗ്രൽ എഫ് ഡാഷ് 1 by x ഇൻറ്റു ഇന്റഗ്രൽ ജി എക്സ് ഡി എക്സ് എക്സ് ആൻഡ് എക്സ് ആർ ക്യാൻസൽഡ് അപ്പോൾ എന്താ കിട്ടുക
log x log x minus integral 1 dx equal to x log x minus x plus c കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൂളായിട്ടും പഠിച്ചു വെക്കാം. ഇൻ്റഗ്രൽ ലോഗ് എക്സ് ഈക്വൽ ടു നല്ലതാ. ഇൻ്റഗ്രൽ ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ്. അത് കിട്ടിയത് ഈ രൂപത്തിലൂടെയാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതും ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 കൊടുത്താൽ മതി. അപ്പം എഫ് എന്ന് പറയുമ്പം ടാൻ ഇൻവേഴ്സ് എക്സ്, അപ്പോൾ എഫ് ഡാഷ് നമുക്ക് വേണം 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ദെൻ ജി എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ജി ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 ഡി എക്സ് ഈക്വൽ ടു എഫ് ഇൻറ്റു, അപ്പം ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ജി, അപ്പോൾ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ജി എക്സ് ഡി എക്സ്. അപ്പോൾ നോക്കിക്കോ, ദിസ് ഈസ് എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ x/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ ഒന്നും ചിന്തിച്ചു പോകരുത്. നേരത്തെ ചിന്തിച്ച പോലെ ചെയ്യേണ്ട. കാരണം എന്താ, ഇവിടെ കണ്ടോ, ഇത് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവാണ് എക്സ് മേലെ കിടക്കുന്നത്. 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x എന്ന് വരും. അതിൽ എക്സ് ആണ് മേലെ കിടക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നോക്കിക്കോ, ഇയാളെ മാത്രം I1 എന്ന് വിളിക്കുന്നു. അപ്പം I1 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ x/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഡിനോമിനേറ്റർ മാച്ച് ആക്കേണ്ട ആവശ്യമില്ല. കാരണം താഴെയും മേലെയും ഒരേ പവർ വരുമ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ മേലെ ഫസ്റ്റ് ഡിഗ്രിയും താഴെ സെക്കൻഡ് ഡിഗ്രിയാണ്. നോ നീഡ്, നേരെ അങ്ങനെ ചെയ്തേച്ചാൽ മതി. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക. എങ്ങനെയാണ്, 1 പ്ലസ് എക്സ് സ്ക്വയറിനെ ടി എന്ന് വിളിക്കുക. 1 0 ആയി പോവും, എക്സ് സ്ക്വയർ 2x ആവും. ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ഇവിടെ നോക്കിക്കേ, നമുക്ക് എക്സ് ഡി എക്സ് മതി, 2x ഡി എക്സ് വേണ്ട. അപ്പോൾ 2നെ തട്ടുക. അപ്പോൾ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി ബൈ 2. അപ്പോൾ എന്ത് വരും, ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ഡി ടി അകത്ത് 1/2 പുറത്ത് 1/t. എന്താണ് ഈ 1/t? ലോഗ് മോഡ് ടി. അപ്പോൾ 1/2 ലോഗ് മോഡ് ടി പ്ലസ് സി. സോ 1/2 ലോഗ് മോഡ് ടി ആരാണ്? 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി. 1/2 ലോഗ് മോഡ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി. അപ്പോൾ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ആൻസർ. ഇൻ്റഗ്രൽ ഇതും ഒരു റൂള് പോലെ പഠിച്ചു വെക്കാം. 1/tan ഇൻവേഴ്സ് എക്സ് പ്ലസ്. ഇതേപോലെ നിങ്ങൾ ഇനി സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും സീക്കും കൊസീക്കും കോട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ടാൻ ഇൻവേഴ്സ് മാത്രമേ എടുത്തേ ഉള്ളൂ. ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു, എവിടെ ആൻസർ ഇതാ, എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് I1 എന്നായിരുന്നു. ഇതായിരുന്നു I1. അപ്പം I1 മൈനസിന് ശേഷമാണ്. സോ ബ്രാക്കറ്റ് വേണം. 1/2 ഉണ്ട്. 1/2 ലോഗ് മോഡ് 1 പ്ലസ് എക്സ് സ്ക്വയർ. 1/2 ലോഗ് മോഡ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി. സോ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ലോഗ് മോഡ് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. അവിടെ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ലല്ലോ, ഒരു കഷ്ണമല്ലേ ഉള്ളൂ. ഓക്കെ, നോ നീഡ്, അവിടെ കിടക്കട്ടെ. റെഡി. സോ ഇതാണ് ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ്. ഇതാണ് ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ്. ഇതുപോലെ കോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ 1 പ്ലസ് എക്സ് സ്ക്വയർ മാറും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കത്തില്ല. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. യെസ്, ഇത് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ റൂൾ ഓർമ്മ ഉണ്ടോ? ഇ റൈസ് ടു എക്സിൻ്റെ കൂടെ എഫ് ഓഫ് എക്സും എഫ് ഡാഷ് ഓഫ് എക്സും വന്നു കഴിഞ്ഞാൽ, ഇ റൈസ് ടു എക്സിൻ്റെ കൂടെ എഫ് ഓഫ് എക്സും എഫ് ഡാഷ് ഓഫ് എക്സും വന്നു കഴിഞ്ഞാൽ റിസൾട്ട് ഈസ് ഇ റൈസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇ റൈസ് ടു എക്സ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നോക്കിക്കേ, ഇതെന്താ, ഇൻ്റഗ്രൽ ഇ റൈസ് ടു, ഇതൊക്കെ 1 വേർഡിനൊക്കെ 1 മാർക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. പക്ഷേ ഈ റൂൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇത് കണ്ടോ, സൈനിൻ്റെ ഡെറിവേറ്റീവാ കോസ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇ റൈസ് ടു എക്സ് എഫ് ഓഫ് എക്സ്, ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് പ്ലസ് സി ആണ് ഇതിൻ്റെ ആൻസർ. കഴിഞ്ഞു. വളരെ ചെറിയ ആൻസർ, കുറേ സ്ഥലത്ത് നടുവിൽ മാത്രമേ ഉള്ളൂ അല്ലേ? കഴിഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫുള്ള് നിറഞ്ഞെടുക്കണ്ടായിരുന്നു. ഇതപ്പോൾ വളരെ സിമ്പിളായ ആൻസറാണ്. നെക്സ്റ്റ് അടുത്ത എക്സാം നോക്കിക്കേ. സെയിം എഗെയിൻ നോക്കിക്കോ.
ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് 1/x മൈനസ് 1/x സ്ക്വയർ ഡി എക്സ്. അപ്പം നിങ്ങൾ വിചാരിക്കും എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നല്ലേ റിസൾട്ടിൽ പറഞ്ഞത്, ഇവിടെ മൈനസ് അല്ലേ നിങ്ങൾക്ക് തോന്നും. എന്നാൽ സത്യത്തിൽ ഇത് പ്ലസും ഇത് മൈനസും ആണ്. ഇങ്ങനെ വിചാരിച്ചാൽ മതി. ഇപ്പോൾ പ്ലസ് മൈനസ് വന്നപ്പോഴാണ് മൈനസ് ആയത്. അപ്പോൾ നോക്കിക്കേ, 1/xന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് 1/x സ്ക്വയർ. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്താ വരിക? ഇ റേസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് സി. കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ 1/x ഞാൻ ഇ റേസ് ടു എക്സിന് താഴത്തെ എഴുതി. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. റെഡി. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ റൂൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 1/, ഇല്ലാതെ റൂട്ട് വരികയാണെങ്കിൽ, 1/, ഇല്ലാതെ റൂട്ട് വന്നു കഴിഞ്ഞാൽ 1/, ഉള്ള സമയത്ത് എന്തായിരുന്നോ ചെയ്തിരുന്നത് അത് തന്നെയാണ് മക്കളെ ചെയ്യേണ്ടത്. പുറത്തേക്ക് എടുക്കുക, സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക, തിരിച്ചിട്ട് കൊടുക്കുക. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിലേക്കോ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിലേക്കോ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിലേക്കോ മാറ്റുക. ഇത് റൂൾ അപ്ലൈ ചെയ്യുക. ആ റൂളിൽ മാറ്റം ഉണ്ടാവും. 1/, ഉള്ള റൂളല്ല, 1/, ഇല്ലാത്ത റൂള്. സോ പരിപാടി സെയിം ആണ്. പെട്ടെന്ന് ചെയ്യാം. നോക്കാം, നോക്കിക്കോ. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 6 is equal to എക്സ് സ്ക്വയർ പ്ലസ് 4x. എക്സിന്റെ കോഎഫിഷ്യന്റ് 4, 4ന്റെ ഹാഫ് 2, 2 സ്ക്വയർ ആഡ് ചെയ്യുക. 2 സ്ക്വയർ ആഡ് ചെയ്യുന്നു, 2 സ്ക്വയർ സെപ്പറേറ്റ് ചെയ്യുന്നു, ബാലൻസ് പ്ലസ് 6ഉം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ എന്താവും? സ്ക്വയർ കംപ്ലീറ്റ് ആവും. ഇത്രയും ആൾക്കാർ സ്ക്വയർ കംപ്ലീറ്റ് ആയി. അങ്ങനെ സ്ക്വയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ കാണുമ്പോൾ എക്സ് എടുക്കുക, പ്ലസ് 2 സ്ക്വയർ കാണുമ്പോൾ 2 എടുക്കുക, ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ 4 ആണ്. അപ്പൊ -4 പ്ലസ് 6, -4 പ്ലസ് 6 എന്ന് പറയുമ്പോൾ +2. ഇനി +2 എന്ന് പറഞ്ഞാൽ ഇതിനെ ഇവിടെ റൂട്ടിട്ട് അത് മുന്നോട്ട് കണ്ടിട്ട് പെട്ടെന്ന് കിട്ടുപോയതാണ്. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുമ്പോൾ √2 സ്ക്വയർ. ആ റൂട്ടാണ് ആദ്യം വീണോയത്. അപ്പൊ സംഭവം തീരുമാനമായി അല്ലേ? അപ്പം കൊടുക്കാം ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 6 dx ഈക്വൽ ടു ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് √2 സ്ക്വയർ dx. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ് പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ് എന്താ? 1 ആണ്. എക്സ് പ്ലസ് 2 ഡെറിവേറ്റീവ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് എക്സ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഇത് ആരെ പോലെയാ? ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മളെ റൂൾ എന്താണ്? x/2. ഇവിടുത്തെ എക്സ് ആരാണ്? എക്സ് പ്ലസ് 2. അപ്പൊ x/2 റൂട്ട് ഓഫ് അത് തന്നെ. x/2 റൂട്ട് ഓഫ് അത് തന്നെ. ഈ അത് എന്ന് പറയുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ആണ് എഴുതുക. കാരണം ഇതാണ് ഇവിടേക്ക് എഴുതേണ്ടത്. പക്ഷെ ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു റീഫോർമാറ്റ് ചെയ്ത സാധനമല്ലേ. അപ്പൊ അതന്നെ ഈ ഫോമിൽ മീൻസ് ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 6. ഇനി ഇത് പ്ലസ് എ സ്ക്വയർ എന്നാണ്. എ സ്ക്വയറിന്റെ സൈനാണ് എപ്പോഴും കൊടുക്കേണ്ടത്. പ്ലസ് എ സ്ക്വയർ ബൈ 2. എ സ്ക്വയർ ബൈ 2. എ എന്ന് പറയുന്നത് ഇവിടെ √2. അപ്പൊ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2/2 ലോഗ് മോഡ് എക്സ് പ്ലസ് ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് പ്ലസ് 2 ആണ്. എക്സ് പ്ലസ് റൂട്ട് ഓഫ് ഡിനോമിനേറ്റർ എന്ന് അടുത്ത ആരോഗ്യം പറഞ്ഞതാ. റൂട്ട് ഓഫ് അത് തന്നെ. ഈ അതാരാണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 6. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 6 പ്ലസ് സി. ഇതിൽ 2 കട്ടായി പോകും. അപ്പം എക്സ് പ്ലസ് 2/2 x/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 6 പ്ലസ് ലോഗ് മോഡ് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 6 പ്ലസ് സി. ഇവിടെ മൈനസ് ആവുമ്പം ഇവിടെ മൈനസ് ആവും. ഇത് തിരിഞ്ഞു വരുമ്പം സൈൻ ഇൻവേഴ്സ് വരും. അത് ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതും അതേ ടൈപ്പ് തന്നെയാണ്, പക്ഷെ ഉള്ളിത്താളെ പുറത്തേക്ക് എടുത്ത് ചെയ്യണം. 1 പ്ലസ് 3x മൈനസ് എക്സ് സ്ക്വയർ. ഇതിൽ നിന്ന് മൈനസ് എടുത്ത് പുറത്തിടണം. പുറത്തിടുമ്പം എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 1. ഇനി സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 3x. എക്സിന്റെ കോഎഫിഷ്യന്റ് 3ന്റെ ഹാഫ് 3/2 സ്ക്വയർ. 3/2 സ്ക്വയർ ആഡ് ചെയ്യുക, അതേപോലെ സബ്ട്രാക്ട് ചെയ്യുക.
ദെൻ ബാലൻസ് ഒരു -1 കൂടി ഉണ്ടാവും. -1 കറക്റ്റ് അല്ലേ? റെഡി. ഈക്വൽ ടു മൈനസ് പുറത്തുണ്ട്, അതിൽ എക്സ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ. 3/2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9/4 -9/4 -9/4 -1 -9/4 -1 അപ്പം -13/4 -13/4. ഇനി മൈനസ് ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെന്താ വരും? 13/4 മൈനസ് ഈ മൈനസ് പ്ലസ് ആകുമ്പോൾ 13/4 ഫ്രണ്ടിലിട്ടു മൈനസ് എക്സ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് ഇന്റഗ്രലിലേക്ക് പോകാം. ഇന്റഗ്രൽ റൂട്ട് ഓഫ് 1 പ്ലസ് 3x മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 30 എന്ന് പറയുമ്പം റൂട്ട് 13/2 ഹോൾ സ്ക്വയർ. 4 ആകുമ്പോൾ 2 എന്ന് എഴുതിയാൽ മതി. റൂട്ട് 13/2 ഹോൾ സ്ക്വയർ. റൂട്ട് 13/2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇത് നോക്കിക്കേ, ഇതിൽ എക്സ് മൈനസ് 3/2ന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ എക്സ് എന്ന് വിചാരിച്ചാൽ മതി. ഇന്റഗ്രൽ എസ് റൂട്ട് ഇടാൻ മറന്നുപോയി. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എന്താണ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്? ഇന്റഗ്രൽ ഈക്വൽ ടു x/2. അപ്പൊ ഇവിടുത്തെ എക്സ് ആരാണ്? ആ സാധനം x/2. എക്സ് മൈനസ് 3/2/2 x/2 റൂട്ട് ഓഫ് ഇത് തന്നെ. ഇതാരാണ്? ക്വസ്റ്റ്യൻ 1 പ്ലസ് 3x മൈനസ് എക്സ് സ്ക്വയർ. നൗ ഇവിടെ ഇതാണ് എ സ്ക്വയർ. എ സ്ക്വയർ പോസിറ്റീവ് ആണ്. പ്ലസ് എ സ്ക്വയർ ബൈ 2 എന്ന് പറയുമ്പോൾ റൂട്ട് 13/2 സ്ക്വയർ എന്ന് എഴുതുന്നതിന് പകരം 13/4 എന്ന് എഴുതിയാൽ മതി. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 13/4 എ സ്ക്വയർ ബൈ 2 13/4/2 എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എക്സ് മൈനസ് 3/2 ബൈ എ എന്ന് പറഞ്ഞാൽ റൂട്ട് 3/2 റൂട്ട് 13/2 പ്ലസ് സി. ഇവിടെ ഇല്ല. അതൊന്ന് ഗ്ലാമർ കൂട്ടുകയാണെങ്കിൽ മേലെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 2x മൈനസ് 3, താഴത്തെ 2 തലകുത്തനെ പോയാൽ 2x/4. 1 പ്ലസ് 3x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് തലകുത്തനെ പോയാൽ 13/8 സൈൻ ഇൻവേഴ്സ് 2x മൈനസ് 3/2 ക്യാൻസൽ റൂട്ട് 13 പ്ലസ് സി. ഇതാണ് റിസൾട്ട്. ഓക്കെ, ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിവൈഡ് ബൈ 2 ഉണ്ടാവും. അത് ഈ 2 ആയിട്ട് കട്ടായി പോയി. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തൊരു 2 ഉണ്ടാവും. ഹോൾ ഡിവൈഡ് ബൈ 2 തലകുത്തരം മേലെ പോകുമ്പോൾ 1/2 ആകും, 4 ആവും. ഇതും അങ്ങനെ തന്നെ 1/2 8 ആവും. 4 × 2 8 ആവും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് യെസ് ലിമിറ്റ് ഓഫ് സം ചെയ്യാനാണ് പോകുന്നത്. ലിമിറ്റ് ഓഫ് സമ്മിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? b മൈനസ് എ അതിൽ b മൈനസ് എനെ നമ്മൾ മാറ്റൂട്ടോ. b മൈനസ് എ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു എച്ച്. ഇതാണ് ലിമിറ്റ് ഓഫ് സമ്മിന്റെ ഫോർമുല. ഇതിൽ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ബി മൈനസ് എ ബൈ എൻ ആണ്. ബി മൈനസ് എ ബൈ എൻ. ഓക്കെ, അപ്പൊ ഈ ബി മൈനസ് എ ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ബി മൈനസ് എ ബൈ എന്ന് വരും. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. കാരണം എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആവുമ്പം എച്ച് 0ലേക്ക് പോകും. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു എച്ച് എന്ന് വരും. ഓക്കെ, ഇവിടെ ബി മൈനസ് എ ബൈ എൻ ഇൻഫിനിറ്റി ആവും. ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി 0 ആണ്. അപ്പൊ എച്ച് 0 ആകും. അതാണ് എച്ച് ടെൻസ് ടു 0 ആവാൻ കാരണം. ഇനി ഈ എച്ചിന്റെ വാല്യൂ എത്രയാണ്? ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ 0 to 5 ആണ്. സോ എ ടു ബി 0 to 5. അപ്പൊ ബി മൈനസ് എന്ന് പറയുമ്പോൾ 5 മൈനസ് 0 ബൈ n. അപ്പം
5/n. ഇത് n ആണ് കേട്ടോ, n. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ 5/n ആണ്. ഇനി അപ്പോൾ എൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈക്വൽ നോക്കിക്കോ, ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു f ഓഫ് 0 പ്ലസ് f ഓഫ് 0 പ്ലസ് h പ്ലസ് f ഓഫ് 0 പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എ 0 ആണ്. അപ്പോൾ n-1 ഇൻറ്റു h. സോ ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് h ഇവിടെ ഉണ്ട്, എഫ് ഓഫ് 0 ഇവിടെ 0 കൊടുക്കുക, അപ്പോൾ 0 തന്നെ, പ്ലസ് എഫ് ഓഫ് h എക്സ് അല്ലേ, ഫംഗ്ഷൻ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് h എന്ന് പറയുമ്പോൾ എക്സ് ഉള്ളിടത്തേക്ക് h കൊടുക്കുക, അപ്പോൾ h പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് n-1 ഇൻറ്റു h. ഇതൊന്നും എല്ലാത്തൊന്നും h എടുത്ത് പുറത്തിടുക. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 h സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n-1 വരെ ഉണ്ടാവും. റെഡി? ഇനി നമ്മൾ പണ്ട് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൽ പഠിച്ച ഒരു പരിപാടി ഉണ്ട്. 1 മുതൽ n വരെ n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. 1 മുതൽ n വരെ n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. 1 മുതൽ n വരെ n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് വരെ മതി? n-1 വരെ മതി. അപ്പോൾ ഇതിലേക്ക് n-1 കൊടുക്കുക. അപ്പോൾ n-1 ഇൻറ്റു n-1 പ്ലസ് 1/2 ഇതിലേക്ക് n-1 കൊടുക്കുക. പ്ലസ് 1 പ്ലസ് -1 കട്ടായി പോകും. അപ്പോൾ n ഇൻറ്റു n-1/2 വരെ, n ഇൻറ്റു n-1/2 അതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 h സ്ക്വയർ ഫ്രണ്ടിലുണ്ട് ഇൻറ്റു അയാൾ എന്തായിട്ട് മാറും? n ഇൻറ്റു n-1/2 ആയിട്ട് മാറും. n ഇൻറ്റു n-1/2 ആയിട്ട് മാറും. നോ വാട്ട് ഈസ് h? h ആരാണ്? 5/n ആണ്. അതാണ് കൊടുക്കുക, 5/n ആണ്. അപ്പോൾ കൊടുക്കുമ്പം ലിമിറ്റ് h ടെൻസ് ടു 0 എന്നുള്ളത് hന് വാല്യൂ കൊടുക്കുമ്പം മാറും, n ടു ഇൻഫിനിറ്റി. n-നാണെങ്കിൽ ഇൻഫിനിറ്റി, h-നാണെങ്കിൽ 0. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. h സ്ക്വയർ എന്നാണ്. അപ്പോൾ 5 സ്ക്വയർ 25/n സ്ക്വയർ ഇൻറ്റു n/2 ഇൻറ്റു ഇതാ hൻ്റെ വാല്യൂ 5/n എന്നാണ്, ഇവിടെ h സ്ക്വയർ എന്നാണ്. അപ്പോൾ 5 25 ആക്കി n സ്ക്വയർ ആയി. ഈ n/2 ആണ്, ഈ n/2 അതാണ് ഈ n/2. ഇനി അടുത്തത് n-1 എന്നാണ്, അത് n-1. 25/n സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു n-1/2. ഇതിൽ n സ്ക്വയറിൻ്റെ ഒരു n-ഉം ഈ n-ഉം കട്ടായി പോകും. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ബാക്കി വരുന്നത് എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 25n-1/2n അല്ലേ, n ഇൻറ്റു n 2n. നോ എന്ത് ചെയ്യാൻ പോകുന്നു? മേലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു, 2n സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പം ലിമിറ്റ് n ഇൻറ്റു ഇൻഫിനിറ്റി 25 ഇൻറ്റു n 25n, അപ്പോൾ 25n/2n മൈനസ് 25 ഇൻറ്റു 1 25/2n. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ n കട്ടായി. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 25/2 മൈനസ് 0. കാരണം n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. n ടെൻസ് ടു ഇൻഫിനിറ്റി ആവുമ്പം 2 ഇൻറ്റു ഇൻഫിനിറ്റി 20/∞ 0. അപ്പോൾ 25/2 ആണ് ആൻസർ. ദ ആൻസർ ഈസ് 25/2. 25/2. ആ 5 എല്ലാം കൂടി വൃത്തികേടായി പോയി മാറ്റാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇത് ഏത് പരിപാടി തന്നു കഴിഞ്ഞാലും ഇതേപോലെ അങ്ങ് പോവുക ചെയ്യുക. ലിമിറ്റ് ഓഫ് സമ്മിലും സാധാരണ ചോദിക്കാറുണ്ട്, പക്ഷെ ചോദിക്കുകയാണെങ്കിൽ അത് ലിമിറ്റ് ഓഫ് സം എന്ന് എടുത്ത് പറയാറുണ്ട്. പക്ഷെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യനിൽ ഇവാലുവേറ്റ് ഇന്റഗ്രൽ 2 to 3 x² dx എന്നേ പറഞ്ഞിട്ടുള്ളൂ, ലിമിറ്റ് ഓഫ് സം എന്ന് പറഞ്ഞിട്ടില്ല. സോ ലിമിറ്റ് ഓഫ് സമ്മിൻ്റെ ആവശ്യമില്ല, നേരെ അങ്ങ് ചെയ്യാം. നോക്കിക്കോ, ഇന്റഗ്രൽ 2 to 3 x² dx ഈക്വൽ ടു എന്താണ്? x² ഇന്റഗ്രൽ എന്നാണ്. x² ഇന്റഗ്രൽ x³/3. ഇവിടെ പ്ലസ് സി ഇടണ്ട, ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ സി കട്ടായി പോകും. അപ്പോൾ തുടക്കത്തിൽ അങ്ങ് സി ഒഴിവാക്കാം. ഇന്റഗ്രൽ 2 to 3 x² dx എന്നാണ്.
സോ എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും. അപ്പം ഇൻ്റഗ്രൽ 2 to 3 അപ്ലൈ ചെയ്യുക. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് 3 ആണ്, എക്സിന് കൊടുക്കുക. അപ്പോൾ 3 ക്യൂബ് ബൈ 3 മൈനസ് 2 ക്യൂബ് ബൈ 3. 3 ക്യൂബ് 27. 27 by 3 minus 2 cube 8 by 3. 27 minus 8 19 by 3. ഓക്കെ, കറക്റ്റ് അല്ലേ? കാരണം രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ് 3 3. 27 മൈനസ് 8 ചെയ്തു. 19 by 3 ഈസ് ദി ആൻസർ. അതാണ് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ്റഗ്രൽ 0 to 5. ഇൻ്റഗ്രൽ 0 to 5 എക്സ് പ്ലസ് 1 ഡി എക്സ്. സാധാരണ പോലെ എക്സിൻ്റെ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2. അപ്പം എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ്. അപ്പം എക്സ് ടു ദി ലിമിറ്റ് 0 to 5. അപ്പം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 5 സ്ക്വയർ ബൈ 2 പ്ലസ് 5 ഇതാണ് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് 0 സ്ക്വയർ ബൈ 2 പ്ലസ് 0 ആയതുകൊണ്ട് മാത്രം അത് കഴിച്ചിലായി. ഇത് മാത്രം ചെയ്താൽ മതി. 25 by 2 പ്ലസ് 5 ഈക്വൽ ടു 35 by 2 അല്ലേ? 2 into 5 10, 25 35 by 2. സോ ഇതാണ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റിൻ്റെ പരിപാടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കുറച്ച് വലിപ്പമുണ്ട്, എന്നാലും ഇതേപോലെ തന്നെയാണ് ചെയ്യാം. നോക്കിക്കോ. ഇൻ്റഗ്രൽ 4x ക്യൂബ് മൈനസ് ഇൻ്റഗ്രൽ 1 to 2 പ്ലസ് 6x പ്ലസ് 9 ഡി എക്സ് ഈക്വൽ ടു 4x ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ. 4x ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ 4 കോയിഫിഷ്യൻ്റ് പിടിച്ച് പുറത്തിട്ടു. എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 4 ബൈ 4 എക്സ് റേസ് ടു n ആണ് അപ്ലൈ ചെയ്യുക. മൈനസ് 5 പിടിച്ച് പുറത്തിട്ടു. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ അപ്പോൾ എക്സ് ക്യൂബ് ആവും. എക്സ് ക്യൂബ് ബൈ 3. അടുത്തത് പ്ലസ് 6 ഇൻറ്റു 6ന് പിടിച്ച് പുറത്തിട്ടു. എക്സിൻ്റെത് എക്സ് സ്ക്വയർ ബൈ 2. അടുത്തത് പ്ലസ് 9. 9ൻ്റെത് 9x ടു ദി ഇൻ്റർവെൽ 1 to 2. അപ്പോൾ ഈക്വൽ ടു ഇതിൽ 4 കട്ടാവും, 6 2 കട്ടാവും, 3. അപ്പം എക്സ് റേസ് ടു 4 മൈനസ് 5x ക്യൂബ് ബൈ 3 പ്ലസ് 3x സ്ക്വയർ പ്ലസ് 9x ടു ദി ഇൻ്റർവെൽ 1 to 2 ഈക്വൽസ്. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകണം. നോക്കിക്കോ. 2 റേസ് ടു 4 മൈനസ് 5 into 2 ക്യൂബ് ബൈ 3 പ്ലസ് 3 into 2 സ്ക്വയർ പ്ലസ് 9 into 2 ഇത് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് 1 റേസ് ടു 4 മൈനസ് 5 into 1 ക്യൂബ് ബൈ 3 പ്ലസ് 3 into 1 സ്ക്വയർ പ്ലസ് 9 into 1. ഇത് ചെയ്യുമ്പോൾ 2 റേസ് ടു 4 16 മൈനസ് 2 ക്യൂബ് 8 into 5 40 by 3 2 സ്ക്വയർ 4 into 3 12 പ്ലസ് 9 into 2 18 മൈനസ് 1 മൈനസ് 5 by 3 പ്ലസ് 3 പ്ലസ് 9 ഈക്വൽസ്. ഇതിൽ 16 വേണ്ട 12 18 എത്ര ആവും? 30 ആവും. 13 12 18 30 പ്ലസ് 60 46 മൈനസ് 40 by 3. അടുത്തത് മൈനസ് 1 3 9 13 ആവും. 13 മൈനസ് 5 by 3. ഇത് ക്രോസ് ചെയ്യുമ്പം 12 18 138 മൈനസ് 40 by 3 മൈനസ് 3 into 3 39 മൈനസ് 5 by 3 ഈക്വൽ ടു ഇതെടുത്താൽ 98 കിട്ടും. 98 by 3 മൈനസ് 35 മൈനസ് 9 ഇത് ബ്രാക്കറ്റിൽ 35 മൈനസ് 9 എന്ന് പറയുമ്പോൾ 34 by 3. കാൽക്കുലേഷൻസ് നല്ലപോലെ നോക്കണേ. 2 raised to 4 16 2 cube 8 into 5 40 by 3 2 square 4 into 3 12 9 into 18 12 20 30 40 46 by 4 by 3 3 into 4 12 3 into 6 18 അപ്പോൾ 120 18 138 മൈനസ് 40 38 എടുത്താൽ 100 പിന്നെ 2 എടുത്താൽ 98. ഇവിടെ 3 plus 9
plus 1. 1 9 10 10 3 13. 13 by 5 by 3. 5 into 3 39. 39 minus 5 34. കഴിഞ്ഞു. അപ്പോൾ 98 minus 34. 3 9 6 8 4 4. 64 by 3. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, റെഡി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ക്ലിയർ അല്ലത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോറി. ഓക്കെ, നോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 4 to 5 e raised to x dx. കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്, കാരണം e raised to x എന്ന് പറഞ്ഞാൽ അറിയാലോ. നോക്കാം നമുക്ക് എന്തായാലും. ഇൻ്റഗ്രൽ 4 to 5 e raised to x dx. നമ്മൾ പറഞ്ഞിട്ടുണ്ട് e raised to x ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു അനക്കവും സംഭവിക്കാത്ത ഒരു മഹാനാണത് അല്ലേ, e raised to x. അപ്പോൾ e raised to x ഇൻ്റഗ്രൽ e raised to x ടു ദി ഇൻ്റർവെൽ 4 to 5. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ആണെങ്കിൽ e raised to 5 മൈനസ് e raised to 4 കഴിഞ്ഞു. സോ സിമ്പിൾ, വെരി സ്മോൾ ആൻഡ് വെരി പവർഫുൾ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. അടുത്തത് ഇൻ്റഗ്രൽ 0 to 1 1 by root of 1 minus x square dx. 1 by root of 1 minus x square dx. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റൂൾ പഠിച്ചൊരു ഫോമാണ്. ഇൻ്റഗ്രൽ 1 by root of 1 minus x square എന്ന് പറഞ്ഞാൽ ആരുടേതാണ് മക്കളെ? സൈൻ ഇൻവേഴ്സ്. സോ ഇത് സൈൻ ഇൻവേഴ്സ് എക്സ് ടു ദി ഇൻ്റർവെൽ 0 to 1. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് 1 by root of 1 minus x square. അപ്പോൾ 1 by root of 1 minus x squareന്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും ടു 0 to 1. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 മൈനസ് സൈൻ ഇൻവേഴ്സ് 0. സൈൻ ഇൻവേഴ്സ് 1 മൈനസ് സൈൻ ഇൻവേഴ്സ് 0. അപ്പം സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളിനാണ് സൈൻ 0 ആവുക അല്ലേ? നമ്മൾ ഇങ്ങനെയാണ് പറയുക, സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ അല്ലേ? അതാണ് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുള്ള ലോജിക്ക്. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ വൈ എന്ന് വിളിക്കുകയാണെങ്കിൽ 1 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? സൈൻ വൈ. അപ്പൊ സൈനിന്റെ ഏത് ആംഗിളിനാണ് 1 കിട്ടുക? സൈൻ 90 അല്ലേ? അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ചുമ്മാ ഒന്ന് എഴുതിയതേ ഉള്ളൂ. സൈൻ 90 ആണ് 1 ആവുക. സോ പൈ ബൈ 2 മൈനസ് ദെൻ സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ 0 കിട്ടണം. സൈനിന്റെ ഏത് ആംഗിളിനാണ് 0 കിട്ടുക? ഇവിടെ 0 ആവും. സൈൻ ഏത് ആംഗിളാണ് 0? സൈൻ 0 ഈസ് 0. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 0 ഈസ് 0. സോ ദ ആൻസർ ഈസ് പൈ ബൈ 2. സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ്. യെസ്, ഇത് നോക്കാം. ഇത് എങ്ങനെയാണ് വന്നേക്കുന്നത്? ഇൻ്റഗ്രൽ 0 to 1 2x plus 3 by 5x square plus 1 അല്ലേ? അപ്പൊ ഇവിടെ നോക്കുക, ഇതിൽ ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആളുടെ ഡെറിവേറ്റീവ് ആണ് മേലെ കിടക്കുന്നത് 2x. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആളുടെ ഡെറിവേറ്റീവ് ആണ് മേലെ കിടക്കുന്നത് 2x. പക്ഷെ അതിൽ 2x മാത്രമേ വരുള്ളൂ, 3 വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ അങ്ങ് മുറിക്കുക. എങ്ങനെ? ഇൻ്റഗ്രൽ 0 to 1 2x by 5x square plus 1 ഒരു കഷ്ണവും 3 by 5x square plus 1 അടുത്ത കഷ്ണവും രണ്ടും രണ്ടാക്കുക. ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രൽ 0 to 1 2x by 5x square plus 1 എന്നും വരും, 3 by 5x square plus 1 എന്നും വരും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പം ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യാം. I1 സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. വി ക്യാൻ ഡു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ആൻഡ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നമ്മൾ നമ്മുടെ പെർട്ടിക്കുലർ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. 1 by x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതിൽ എക്സ് സ്ക്വയറിന്റെ കഷ്ണവും കോൺസ്റ്റന്റിന്റെ കഷ്ണവും മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, കണ്ടപ്പോൾ മനസ്സിലാവണം. എക്സ് സ്ക്വയറിന്റെ കഷ്ണവും കോൺസ്റ്റന്റിന്റെ കഷ്ണവും മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ പെർട്ടിക്കുലർ ഫംഗ്ഷൻ വെച്ച് ചെയ്യാം. സോ രണ്ടും രണ്ടാക്കി ചെയ്യണം. I1 ആൻഡ് I2. തൊട്ടപ്പുറത്ത് സ്ഥലമുണ്ടോ? സ്ഥലമുണ്ട്. അപ്പോൾ നല്ല ആർഭാടായിട്ട് തന്നെ ചെയ്യാം. സോ അടുത്തത് I1 എന്ന് പറയുന്ന ആൾ എടുക്കുന്നു 2x by 5x square plus 1
dx. 2x by 5x square plus 1 dx. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ എഴുതാം 5x സ്ക്വയർ പ്ലസ് 1നെ നമ്മൾ ടി എന്ന് വിളിക്കുന്നു. ഓക്കെ, അങ്ങനെ വിളിക്കുമ്പോൾ 5 ഇൻറ്റു 2x പ്ലസ് 1 0 ആയി പോകും. dx ഈക്വൽ ടു dt. ഞാൻ എന്തുകൊണ്ടാണ് അതിന് 10 എന്ന് ആക്കാത്തത് നിങ്ങൾക്ക് അറിയാം. കാരണം എന്താ, നമുക്കിവിടെ 2x ആണ് വേണ്ടത്. അപ്പോൾ ഇനി 10 ആക്കിയിട്ട് പിന്നെയും 2 ആക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് 5 അങ്ങനെ തന്നെ എഴുതുന്നു. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആകുന്നു. 1 0 ആയി പോകുന്നു. dx ഇപ്പുറം dt അപ്പുറം. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 5 ഇൻറ്റു 2x 10x ആക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് 2x dx ആണ് വേണ്ടത്. അപ്പോൾ ഇൻറ്റു 5ന് അപ്പുറം തട്ടുക. അപ്പോൾ തട്ടിക്കഴിഞ്ഞാൽ 2x dx dt ബൈ 5. അപ്പോൾ ഇയാൾ എന്താവും, ഇന്റഗ്രൽ 2x dx എന്തായിട്ട് മാറും മക്കളെ, dt ബൈ 5 ആയി മാറും. അപ്പോൾ 1/5 അകത്തും dt അല്ല 1/5 പുറത്തും dt അകത്തും. അപ്പോൾ ബാലൻസ് എന്ത് വരും, 1/5x സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ t ആണ്. സോ 1/t. അപ്പോൾ 1/5 ഇന്റഗ്രൽ 1/t dt. ഓക്കെ, അപ്പം 1/5 ഇന്റഗ്രൽ, എന്തിനാ ഇന്റഗ്രൽ എടുത്താൽ പോരെ. ഇന്റഗ്രൽ 1/t എന്ന് പറയുമ്പോൾ ലോഗ് മോഡ് ടി പ്ലസ് സി. സോ 1/5 ലോഗ് മോഡ് ടി ആരാ, 5x സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി. ഇതാണ് I1. ഇനി നമുക്ക് I2 ചെയ്യണം. I2 ചെയ്യുമ്പോൾ നോക്കിക്കേ, 3 പിടിച്ച് പുറത്തിടുന്നു. ഇന്റഗ്രൽ 1/5x സ്ക്വയർ പ്ലസ് 1 5x സ്ക്വയർ പ്ലസ് 1 dx. 3 പുറത്തുണ്ട്. ഇന്റഗ്രൽ 1/5 എന്ന് പറഞ്ഞാൽ അതിന് റൂട്ട് 5x ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 5x സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 5x ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് 1 സ്ക്വയർ dx എന്ന് എഴുതാം. അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യാം. റൂട്ട് 5xനെ ടി എന്ന് വിളിച്ചാൽ റൂട്ട് 5 dx ഈക്വൽ ടു dt എന്ന് കിട്ടും. അപ്പൊ dx ഈക്വൽ ടു dt ബൈ റൂട്ട് 5. ഓക്കെ, കറക്റ്റ് അല്ലേ? ഞാൻ ഇതിലേക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ 3 ഇന്റഗ്രൽ 1 ബൈ റൂട്ട് 5x എന്ന് പറയുമ്പം t ആയി മാറും. അപ്പൊ ടി സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ dt ഇങ്ങനെ കിട്ടും. ഓക്കെ, 3 ഇൻറ്റു ഇന്റഗ്രൽ 1/t സ്ക്വയർ പ്ലസ് 1 dt. ഓക്കെ, സോ ഇനി അപ്പം റൂട്ട് 5xനെ ടി എന്ന് വിളിക്കുന്നു. അപ്പം ഇവിടെ കൊടുക്കുന്നു. അപ്പം ഇത് പാരെ പോലായി 3 ഇന്റഗ്രൽ 1/t സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 3 ഇൻറ്റു ഇന്റഗ്രൽ 1/t സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ dt. അപ്പം ഇയാൾ ആരെ പോരായി, ഇന്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇന്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. എന്താണ് ഇന്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/a tan ഇൻവേഴ്സ് x by a. അപ്പൊ ഇത് t ആവുമ്പം 1/a tan ഇൻവേഴ്സ് t by a. സോ നമുക്കത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 1/x സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഫോമിലാണ് ഇത് വന്നിട്ടുള്ളത്. 1/x സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/a tan ഇൻവേഴ്സ് x by a അല്ലേ? അല്ല, അപ്പൊ അതിന് ഒരു ചെറിയ കാര്യം വിട്ടുപോയി. ഇവിടെ dx എന്ന് പറഞ്ഞാൽ dt ബൈ റൂട്ട് 5 ആണ്. അപ്പൊ dt അകത്ത് റൂട്ട് 5 പുറത്ത്, ആ ബൈ റൂട്ട് 5 എഴുതാൻ വിട്ടുപോയി. 3 അങ്ങനെ തന്നെ എഴുതി. ഇന്റഗ്രൽ 1/√5x t എന്ന് വിളിക്കുന്നു. പ്ലസ് 1 സ്ക്വയർ dx എന്ന് പറഞ്ഞാൽ dt ബൈ റൂട്ട് 5 ആണ്. dt ബൈ റൂട്ട് 5 എഴുതാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ബാക്കി വരുമ്പം ഈക്വൽ ടു 3/√5 പുറത്തുണ്ട്. 1/x സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്ന് വന്നാൽ 1/a, ഇവിടെ a 1 ആണ്. tan ഇൻവേഴ്സ് t ബൈ a 1 ആണ്. ഓക്കെ, ഇവിടുത്തെ a 1 ആണ് അല്ലേ? റെഡി? അപ്പൊ ഇങ്ങനെ വരും. സോ വിച്ച് ഇസ് ഈക്വൽ ടു 3√5 1/1 is 1 tan inverse t is √5x.
അപ്പം √5x പ്ലസ് സി. ഇതാണ് നമ്മുടെ എന്ത് I2. ഇയാളാണ് I2. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇയാളാണ് ഇന്റഗ്രൽ 0 to 1. അപ്പോൾ ഇന്റഗ്രൽ 0 to 1 2x plus 3 by 5x square plus 1. 5x square plus 1 dx equal to ആദ്യം I1 1/5 log mode 1/5 log mode 5x square plus 1 5x square plus 1 1/5 log mode 5x square plus 1 I1 കിട്ടി. Now I2 ഇവിടെ ഉണ്ട്. I2 is plus 3/√5 tan inverse √5x ഇങ്ങനെ കിട്ടും. ഓക്കെ, now to the limit 0 to 1 so നമ്മൾ ഇനി 0 to 1 അപ്ലൈ ചെയ്യണം. 0 to 1 അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കോ, this is 1/5 log mode 5 1 square is 1 5 into 1 plus 1 6 log mode 6 plus log 6 എന്ന് എഴുതിയാൽ മതി, മോഡിന്റെ ആവശ്യമില്ല, ഓൾറെഡി പോസിറ്റീവ് തന്നെയല്ലേ. log 6 plus 3/√5 tan inverse √5. This is upper limit minus lower limit. 1/5 log 1 into 5 into 1 square is lower limit is 0 square 0 5 into 0 0 plus 1 1 log 1 എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. പ്ലസ് 3/√5 tan inverse 0 3/√5 എഴുതിയില്ലല്ലോ. 3/√5 tan inverse √5 into 0 0. റെഡി? സോ ആ കഷ്ണം 0 ആയി പോയി കഴിഞ്ഞാൽ ദിസ് ഇസ് ദി ആൻസർ. ഓക്കെ, ഡൺ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്തത് ഇത് ഇന്റഗ്രൽ 1 to 2 5x by x square plus 4x plus 3 5x by x square plus 4x plus 3. ഇതെങ്ങനെയാ വന്നേക്കുന്നത്? മേലെ ഫസ്റ്റ് ഡിഗ്രി താഴെ സെക്കൻഡ് ഡിഗ്രി, ഇത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇതിൽ തന്നെ പെർട്ടിക്കുലർ ഫംഗ്ഷനിൽ മേലെ ഫസ്റ്റ് ഡിഗ്രിയും താഴെ സെക്കൻഡ് ഡിഗ്രി വന്നാൽ ന്യൂമറേറ്ററിനെ a into derivative of denominator plus b എന്ന ഫോമിലേക്ക് മാറ്റുക, മുറിക്കുക ചെയ്യുക. ആ പണി ഓർമ്മയില്ലേ? അതിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇന്റഗ്രേഷനിൽ പഠിച്ചേക്കുന്ന ഏത് മോഡ് ഓഫ് ഇന്റഗ്രേഷനിലും ഡെഫിനറ്റ്ലി ചോദ്യം വരാം. എന്തിട്ട് കൊടുത്താൽ മതി? ഒരു അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കേണ്ട പണിയുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ട് അതിനെക്കൊണ്ട് വരാൻ സംഭവിക്കണില്ല. അപ്പം അത് സ്വാഭാവികമായിട്ടും ചോദിക്കും. അപ്പം ഏത് മെത്തേഡിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇന്റഗ്രേഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, നോക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ന്യൂമറേറ്റർ 5x-നെ a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ എക്സ് സ്ക്വയറിനത് 2x പ്ലസ് 4x-ൻ്റെത് 4 പ്ലസ് b എന്ന ഫോമിലേക്ക് മാറ്റണം. ന്യൂമറേറ്ററിനെ a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് b എന്ന ഫോമിലേക്ക് മാറ്റണം. അപ്പൊ 5x is equal to a ഇൻറ്റു 2x പ്ലസ് 4 പ്ലസ് 3 0 ആയി പോകും പ്ലസ് b. നൗ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 5x is equal to 2ax plus 4a plus b. കമ്പയർ ചെയ്യുക. ഇപ്പുറത്ത് 5ന്റെ കോഎഫിഷ്യന്റ് 5 ഈക്വൽ ടു ഇപ്പുറത്ത് 2a. അങ്ങനെയാണെങ്കിൽ a-ന്റെ വാല്യൂ 5/2. ഇപ്പുറത്ത് x-ന്റെ കോഎഫിഷ്യന്റ് 5 ആണ്. ഇതിവിടെ കിട്ടിയിരിക്കുന്ന x-ന്റെ കോഎഫിഷ്യന്റ് 2a ആണ്. 2 തട്ടിയാൽ 5/2. നൗ ഇവിടെ ഇവിടെ കോൺസ്റ്റന്റ് ടേം ഇല്ല, കാണാൻ ആരും ഇല്ല. അപ്പൊ അത് 0 ആണ്. അപ്പൊ 0 ഈക്വൽ ടു ഇപ്പുറത്തത് 4a പ്ലസ് ബി. 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 5/2 പ്ലസ് ബി. ഇതിൽ 2 4 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 5 10 ഇപ്പുറം തട്ടുക. ബി ഈക്വൽ ടു -10. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇയാളെ മാറ്റി എഴുതാം. ഇന്റഗ്രൽ 5x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3 എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a ഇൻറ്റു ഡെറിവേറ്റീവ്, a ആരാണ്? 5/2 ഇൻറ്റു ഡെറിവേറ്റീവ് 2x പ്ലസ് 4 ഇന്റഗ്രൽ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3 ഒരു കഷ്ണം പ്ലസ് ഇന്റഗ്രൽ ഇതൊരു കഷ്ണം പ്ലസ് ബി വേറെ കഷ്ണം. ബി -10 ആണ്. -10 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3 രണ്ടാമത്തെ കഷ്ണം. ഇതിൽ ഫസ്റ്റ് കഷ്ണത്തിൽ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ വർക്കൗട്ട് ആകും. സെക്കൻഡ് പീസിൽ നമ്മൾ
നമ്മൾ പഠിച്ച പർട്ടിക്കുലർ ഫംഗ്ഷനിലെ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിലേക്കോ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിലേക്കോ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിലേക്കോ റൂട്ടുള്ളതോ റൂട്ടില്ലാത്തതോ കേസിലേക്ക് മാറ്റണം. റൂട്ടില്ലാത്ത കേസാണ്. അത് നമ്മൾ എങ്ങനെ ചെയ്തിരുന്നത്? ഡിനോമിനേറ്റർ പുറത്തേക്ക് എടുക്കുന്നു, സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു. അപ്പൊ ആ പരിപാടി ഇവിടെയും ചെയ്യണം അല്ലെ? ഇവിടെ ചെയ്യുമ്പോൾ നോക്കിക്കോ. ആദ്യം നമുക്ക് I1 ചെയ്യാം. I1ൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇയാളുടെ ഡെറിവേറ്റീവ് ആണ് ഇയാള്, ഇതിന് നേരെ ഡെറിവേറ്റീവ് ആണ് ഇയാള്. അപ്പം 5/2 പുറത്തിടുന്നു. I1 ആണ് ചെയ്യണത്. I1 ചെയ്യുന്നു. 5/2 നമ്മൾ പുറത്തിട്ടു. താഴത്തെ ആളുടെ ഡെറിവേറ്റീവ് ആണ് മേലുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3നെ ടി എന്ന് വിളിക്കുന്നു. അപ്പൊ 2x പ്ലസ് 4 dx ഈക്വൽ ടു dt ആവുന്നു. അപ്പൊ 5/2 പുറത്തിട്ട് കഴിഞ്ഞാൽ 2x പ്ലസ് 4 dxനെ dt ആക്കി മാറ്റാം. dt 1/t അല്ലെ? 1/t എന്ന് വന്നാൽ ആൻസർ 5/2 എന്നുള്ള 6/2 പോലെ ആയിപ്പോയി. അത് 5/2 ആക്കാം. 5/2 log mod t പ്ലസ് c. അപ്പം 5/2 log mod x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3 എന്ന് കിട്ടും. ആര്? I1. ഇനി നമുക്ക് I2 ചെയ്യണം. I2 ചെയ്യണം. ഓക്കെ, അപ്പൊ I1 കിട്ടി. 5/2 log mod x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3. ഇനി I2 ചെയ്യുമ്പം -10 പിടിച്ച് പുറത്തിടുന്നു. -10 1/x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3 dx. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3 മാത്രം പുറത്തേക്ക് എടുക്കുന്നു. അതിൽ എക്സ് സ്ക്വയർ പ്ലസ് 4x എഴുതുന്നു. എക്സിന്റെ കോഎഫിഷ്യന്റ് 4 ആണ്. 4ന്റെ ഹാഫ് 2 ആണ്. 2ന്റെ സ്ക്വയർ 2 സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പം 2 സ്ക്വയർ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു, പ്ലസ് 3. അപ്പൊ അങ്ങനെ ചെയ്യുമ്പം ദിസ് ഈസ് സ്ക്വയർ കംപ്ലീറ്റഡ്. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. 2 സ്ക്വയർ 4 -4 പ്ലസ് 3 -1. അപ്പോൾ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ -1 സ്ക്വയർ. അപ്പോൾ I2 എന്ന് പറഞ്ഞാൽ -10 ഇന്റഗ്രൽ 1/x പ്ലസ് 2 ഹോൾ സ്ക്വയർ -1 സ്ക്വയർ dx ഈക്വൽ ടു -10. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡെറിവേറ്റീവ് 1 ആണെങ്കിൽ അതിന് x എന്ന് വിചാരിച്ചാൽ മതി. അപ്പം x പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x സ്ക്വയർ എന്ന് വിചാരിച്ചാൽ മതി. 1/x സ്ക്വയർ മൈനസ് എ സ്ക്വയർ. 1/x സ്ക്വയർ മൈനസ് എ സ്ക്വയർ. 1/x സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2a. 1/2 ഇൻറ്റു a 1 ആണ്. 2a log mod x മൈനസ് a. അപ്പോൾ x പ്ലസ് 2 മൈനസ് 1/x പ്ലസ് 2 പ്ലസ് 1 പ്ലസ് c. 2 10 കട്ടായ 5 എന്ന് കിട്ടും. -5. അപ്പൊ ഇവിടെ ഒരു 5 ഉണ്ട്. ചുമ്മാ പുറത്തെടുക്കാൻ വേണമെങ്കിൽ നോക്കാം. -5 ഇൻറ്റു 1 -5 log mod 2 minus 1 1 x plus 1/x plus 3. ഇതാണ് നമ്മളുടെ I2. So we got I1 and I2. നമുക്ക് നമ്മുടെ റിസൾട്ടിലേക്ക് കൊടുക്കാം. ഇന്റഗ്രൽ 1 to 2 5x by x square plus 4x plus 3 dx equal to I1 കിട്ടിയത് 5/2 log mod 5/2 log mod x square plus 4x plus 3 minus I2 കിട്ടിയത് 5 log x plus 1/x minus അല്ല x plus 3 to the interval 1 to 2. അല്ല, ഇനി ഇതിന് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 5/2 ലോഗ് മോഡ് ആദ്യം 2 അല്ല കൊടുക്കേണ്ടേ. 2 കൊടുക്കുമ്പോൾ ഫുള്ള് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ മോഡിൻ്റെ ആവശ്യമില്ല. മോഡ് ഓൾറെഡി പോസിറ്റീവ് ആണ് കിട്ടുക. 5/2 log 2 സ്ക്വയർ 4 into 2 8. അപ്പോൾ 4 plus 8 3 plus 3. അപ്പോൾ 4 8 plus 3 15 കിട്ടും അല്ലേ. 2 സ്ക്വയർ 4 into 2 8 8 to 4 12 12 plus 3 15. അപ്പം 5/2 log 15 minus 5 log 2 കൊടുക്കുമ്പോൾ 2 plus 1 3 2 plus 3 5 log 2 plus 1 3 by 2 plus 3 5 മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 5/2
log 5 by 2 log 1 കൊടുക്കുമ്പം 1 square 1 4 1 plus 3 അപ്പോൾ 1 plus 4 5 plus 3 8 log 8 minus 5 log 1 കൊടുക്കുമ്പം 2 by 4 2 by 4 അല്ലെ 1 plus 1 1 plus 1 2 1 plus 3 4 അതിൽ 2 4 കട്ടായി പോയാൽ 1 by 2 ഓക്കെ ഇനി ഞാൻ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ് മൈനസിന്റെ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ 5 by 2 log 15 minus 5 log 3 by 5 minus 5 by 2 log 8 മൈനസ് ഉള്ളത് പ്ലസ് ആകും ഈ മൈനസ് വിത്ത് മൈനസ് പ്ലസ് ആവും 5 log 1 by 2 ഓക്കെ ഇതിൽ ഈ കഷ്ണത്തിൽ 5 by 2 ഉണ്ട് ഈ കഷ്ണത്തിലും 5 by 2 ഉണ്ട് 5 by 2 ടേക്കിംഗ് ഔട്ട് സോ 5 by 2 log 15 minus log 8 ഇതിൽ നിന്ന് 5 by 2 എടുത്താൽ log 15 ഇതിൽ നിന്ന് 5 by 2 എടുത്താൽ മൈനസ് log 8 നൗ ഇതിൽ മൈനസ് 5 log ഉണ്ട് ഇതിൽ പ്ലസ് 5 log ഉണ്ട് സോ അതിൽ നിന്ന് പ്ലസ് 5 പുറത്തെടുത്തു പ്ലസ് 5 പുറത്തെടുത്താൽ നമുക്ക് ഈ കഷ്ണം ആദ്യം എഴുതാം അപ്പൊ log 1 by 2 log 1 by 2 മൈനസ് ഇത് മൈനസ് 5 log 3 by 5 അപ്പോൾ മൈനസ് ഇട്ടു 5 പുറത്തേക്ക് എടുത്തു log 3 by 5 ഇങ്ങനെ വരും ചെയ്തതിൽ എന്താ ഡൗട്ട് ഉണ്ടോ നോക്കുക ഇതിൽ 5 by 2 log 15 ഇത് 5 by 2 log 8 ഇത് മൈനസ് ആണ് ഇത് പ്ലസ് ആണ് അപ്പോൾ 5 by 2 log 15 മൈനസ് 5 by 2 log 8 5 by 2 പുറത്തെടുത്തു അപ്പോൾ log 15 മൈനസ് log 8 ദെൻ ഇവിടെ 5 ഉണ്ട് ഇവിടെ 5 ഉണ്ട് 5 പുറത്തെടുത്തു ഇത് പോസിറ്റീവ് ഇതിന് ആദ്യം എഴുതി log 1 by 2 ഇത് നെഗറ്റീവ് രണ്ടാമത് എഴുതി now this is log a minus log b that is equal to 5 by 2 log a by b 15 by 8 plus 5 ഇത് log a minus log b അപ്പോൾ log a by b അപ്പോൾ log 1 by 2 by 3 by 5 1 by 2 by 3 by 5 തല കുത്തൻ മേലെ പോവും 5 by 3 so the final answer 5 by 2 log 15 by 8 plus 5 log 5 by 6 ഇതാണ് സംഭവം നമ്മുടെ ആൻസർ ഫൈനൽ ആൻസർ ഓക്കെ നെക്സ്റ്റ് അടുത്തത് evaluate 0 to pi by 4 evaluate 0 to pi by 4 sin 2x so 0 to pi by 4 sin 2x dx equal to integral sin x എന്ന് പറഞ്ഞാൽ മൈനസ് cos x ആണ് ഇന്റഗ്രൽ sin x എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ sin എന്ന് പറഞ്ഞാൽ മൈനസ് cos അപ്പൊ ഇന്റഗ്രൽ sin 2x എന്ന് പറഞ്ഞാൽ മൈനസ് cos ഇന്റഗ്രൽ sin x എന്ന് പറഞ്ഞാൽ മൈനസ് cos x ആണ് അപ്പൊ ഇന്റഗ്രൽ sin 2x എന്ന് പറഞ്ഞാൽ മൈനസ് cos 2x ആണ് അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉള്ളോട്ടേക്ക് കയറി വന്നാൽ 2x ആണ് ഉള്ളോട്ടേക്ക് കയറി വന്നാളുടെ ഡെറിവേറ്റീവ് ഡിഫറൻഷിയേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യും ഇന്റഗ്രേഷനിൽ ഡിവൈഡ് ചെയ്യും അപ്പൊ 2x ന്റെ ഡെറിവേറ്റീവ് 2 ഡിവൈഡ് ചെയ്തു ടു ദി ഇന്റർവെൽ 0 to pi by 4 ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കോ അപ്പർ ലിമിറ്റ് മൈനസ് കോസ് 2 into pi by 4 by 2 മൈനസ് ഇതാണ് അപ്പർ ലിമിറ്റ് മൈനസ് കോസ് 2x എന്നാണ് അപ്പൊ 2 into pi by 4 by 2 ഇതിൽ 2 and 4 കട്ടായി പോയ 2 pi by 2 എന്ന് കിട്ടും മൈനസ് കോസ് pi by 2 മൈനസ് കോസ് pi by 2 മൈനസ് ലോവർ ലിമിറ്റ് സോ മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട് കോസ് 2 into 0 by 2 so which is equal to minus cos pi by 2 by 2 minus plus cos 0 by 2 ready pi by 2 എന്ന് പറഞ്ഞാൽ 90 cos 90 0 അപ്പം മൈനസ് വേണ്ട 0 sin 0 ആകും cos pi by 2 0 ആകും അപ്പൊ ദിസ് ഈസ് 0 by 2 പ്ലസ് അടുത്തത് ഇവിടെ sin 90 1 ആകും cos 0 1 ആകും ഓക്കെ വേറെ കൺഫ്യൂഷൻ ആയില്ലല്ലോ sin 0 ആകും cos 0 1 ആകും sin 90 1 ആകും cos 90 0 ആകും അപ്പൊ cos pi by 2 എന്ന് പറഞ്ഞാൽ 0 by 2 then cos 0 എന്ന് പറഞ്ഞാൽ 1 by 2 so the answer is 1 by 2 okay അല്ലേ ready now next question using properties ഇവിടെ properties വന്നിട്ടുണ്ട്
ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇന്റഗ്രൽ എ ടു ബിനെ നമുക്ക് എ ടു ബി എന്ന ഇന്റഗ്രലിനെ എ ടു സി, സി ടു ബി ആക്കി മുറിക്കാം. എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ എന്ന് ആദ്യം സിയിലേക്ക് പോകാം, എന്നിട്ട് സിയിൽ നിന്ന് ബിയിലേക്ക് പോകാം. അപ്പൊ ടോട്ടൽ എന്ന് ബിയിലേക്ക് പോകാം. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ മോഡ് വരുന്ന കേസിൽ എപ്പോഴും അപ്ലൈ ചെയ്യുക. മോഡ് വരുന്ന കേസിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ഈ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്താ ശ്രദ്ധിക്കുക. ഞാൻ മോഡ് എക്സ് ആണ് എഴുതാൻ പോകുന്നത് കേട്ടോ. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് എന്ന ഫംഗ്ഷൻ എക്സ് എന്ന് തന്നെ ആയിരിക്കും എപ്പോ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ. അപ്പൊ മോഡ് എക്സിനെ നമ്മൾ എക്സ് എന്ന് തന്നെ വിളിക്കും എപ്പോ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ. മോഡ് എക്സിനെ നമ്മൾ 0 എന്നാണ് വിളിക്കുക എപ്പോ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ. മോഡ് എക്സിനെ നമ്മൾ എന്താ വിളിക്കുക? മൈനസ് എക്സ് എന്നാണ് വിളിക്കുക എപ്പോ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ. അപ്പം എക്സിന്റെ വാല്യൂസിനനുസരിച്ച് എക്സ്, അതായത് മോഡിന്റെ ഉള്ളിൽ വരുന്ന ആളുടെ വാല്യൂസിനനുസരിച്ച് ഡെഫിനിഷൻ മാറുന്നുണ്ട് ഇവിടെ. അപ്പൊ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് എടുക്കണം എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് എടുക്കണം എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ്. മോഡ് എക്സ് മൈനസ് 1 ആണ് ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് മൈനസ് 1 എന്തായിരിക്കും? മോഡ് എക്സ് മൈനസ് 1 എന്തായിരിക്കും? മോഡ് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1 എന്നെടുക്കണം എപ്പോ എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ. അപ്പൊ എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മോഡ് എക്സ് മൈനസ് 1ന്റെ ഡെഫിനിഷൻ എക്സ് മൈനസ് 1 എന്നാണ്. ഓക്കെ, 0 ആണെങ്കിൽ 0, എക്സ് മൈനസ് 1 എന്താവണം? 0 ആവണം. ഇനി മൈനസ് എക്സ് മൈനസ് 1 എടുക്കണം എപ്പോ എക്സ് മൈനസ് 1 ലെസ് ദാൻ 0 ആകുമ്പോൾ. കറക്റ്റ് അല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് എന്ന് എടുക്കണം. അപ്പൊ എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് മൈനസ് 1 എടുക്കണം. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് എക്സ് എടുക്കണം. അപ്പൊ എക്സ് മൈനസ് 1 ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് എക്സ് മൈനസ് 1 എടുക്കണം. കറക്റ്റ് അല്ലേ? അപ്പം ഇതിന്റെ ഡെഫിനിഷൻ -1 to 2ൽ എപ്പോഴാണ് നെഗറ്റീവ് ആകുന്നത്, എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത് കണ്ടുപിടിക്കണം. എക്സ് മൈനസ് 1 എപ്പോഴൊക്കെ പോസിറ്റീവ് ആകുന്നുവോ അപ്പൊ എക്സ് മൈനസ് 1 എടുത്തിട്ടാണ് ഡെഫിനിഷൻ ചെയ്യേണ്ടത്. എക്സ് മൈനസ് 1ന്റെ വാല്യൂ എപ്പോഴൊക്കെ നെഗറ്റീവ് ആവുന്നുവോ അപ്പോഴൊക്കെ മൈനസ് എക്സ് മൈനസ് 1 എടുത്തിട്ടാണ് ഇതിന് ഡെഫിനിഷൻ ചെയ്യേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ് മൈനസ് 1നെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. എക്സ് ഇസ് ഈക്വൽ ടു 1 ഒരു നമ്പർ ലൈൻ മാർക്ക് ചെയ്യുക. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് പറയാ. ഇതിന്റെ ലോവർ ലിമിറ്റ് -1, അപ്പൊ ആദ്യം -1 മാർക്ക് ചെയ്യുക. അപ്പർ ലിമിറ്റ് 2 മാർക്ക് ചെയ്യുക. കിട്ടിയ വാല്യൂ 1 മാർക്ക് ചെയ്യുക. അപ്പൊ ഇതിന് ഇന്റഗ്രൽ ഒന്ന് -1 to 1 ഒന്ന് 1 to 2 ആയിരിക്കും. ഓക്കെ, ഏതാണോ മോഡുലസിനുള്ളിൽ വന്നേക്കുന്ന ഫംഗ്ഷൻ അതിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. എന്നിട്ട് എക്സ് സോൾവ് ചെയ്യുക. പെട്ടെന്ന് തീരും. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 1. ആ എക്സ് ഇസ് ഈക്വൽ ടു 1 നമ്മുടെ ലോവർ ലിമിറ്റിന്റെയും അപ്പർ ലിമിറ്റിന്റെയും നടുവിലായിരിക്കും വരിക. നടുവ് എന്ന് പറഞ്ഞാൽ സെന്റർ എന്നല്ല ഉദ്ദേശിച്ചത്, ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അപ്പൊ -1 ലോവർ ലിമിറ്റ്, 2 അപ്പർ ലിമിറ്റ്, ഇവരുടെ ഇടയിലാണ് ആരുള്ളത്? 1 ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ഇന്റഗ്രൽ നോക്കി ഞാൻ മുറിക്കാൻ പോവാണ്. ഇന്റഗ്രൽ -1 to 2 മോഡ് എക്സ് മൈനസ് 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഒന്ന് -1 നിന്ന് 1 വരെ പോണം. -1 മുതൽ 1 വരെ ഇയാൾ നെഗറ്റീവോ പോസിറ്റീവോ ആരോ ഒരാളായിരിക്കും. അത് ചെക്ക് ചെയ്യണം. അതിന് എന്ത് ചെയ്താൽ മതി? -1 to 1ലുള്ള -1 to 1ന്റെ ഉള്ളിലുള്ള ഒരാളെ പിടിക്കുക. 0 -1ന് 1ന്റെ ഉള്ളിലാണ് 0. ആ 0 ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 0 -1 നെഗറ്റീവ് അല്ലേ? അപ്പം ഇവിടെ യൂസ് ചെയ്യേണ്ടത് -x - 1 dx എന്നാണ്. പ്ലസ് ഓക്കെ, -1 to 2ലാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എന്നാൽ -1 to 2 എന്ന ഇന്റർവെല്ലിൽ -1 to 1ൽ ഈ ഫംഗ്ഷൻ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ -x - 1 ഉപയോഗിക്കണം. അപ്പൊ -x - 1 ഉപയോഗിച്ചു. അതായത് -1 to 1ന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ 1നേക്കാൾ ചെറുത്. -1 to 1ന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ 1നേക്കാൾ ചെറുത്. 1നേക്കാൾ ചെറിയൊരു നമ്പറിൽ നിന്ന് 1 കുറച്ചാൽ 1നേക്കാൾ ചെറിയൊരു നമ്പറിൽ നിന്ന് 1 കുറച്ചാൽ 1ന്ന് 1 കുറച്ചാൽ 0ലെത്തും. അപ്പൊ 1നേക്കാൾ ചെറിയ നമ്പറിൽ നിന്ന് 1 കുറച്ചാലോ 0ന്റെ ബാക്കോട്ട് പോകും. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറച്ചാൽ 1നേക്കാൾ ചെറിയ നമ്പറിൽ നിന്ന് 1 കുറച്ചാൽ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറച്ചാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ -1 to 1ലെ ഏത് പോയിന്റിലും x - 1 നെഗറ്റീവ് ആയിരിക്കും. -1 to 1ലെ ഏത് പോയിന്റിലും -1 to 1ലെ ഏതൊരു പോയിന്റിലും x - 1 നെഗറ്റീവ് ആയിരിക്കും. x - 1 നെഗറ്റീവ് ആണെങ്കിൽ -x - 1 ഉപയോഗിക്കണം.
ഓഫ് കോഴ്സ് 1 to 2 1 to 2 എന്ന് പറയുമ്പോൾ 1-നേക്കാൾ മേലോട്ട് പോയി 1-നേക്കാൾ മുകളിലുള്ള നമ്പറിൽ നിന്ന് 1 കുറച്ചാൽ 1-നേക്കാൾ മുകളിൽ എന്ന് പറഞ്ഞാൽ 1-നേക്കാൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചാൽ 1-നേക്കാൾ വലിയ നമ്പറിൽ നിന്ന് 1 കുറച്ചാൽ അത് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ ഇന്റഗ്രൽ 1 to 2 എന്ന ഇന്റർവെല്ലിൽ x-1 ചെയ്താൽ മതി. അപ്പൊ നോക്കിക്കേ -1 to 1 1 to 2 the total is -1 to 2 പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തു. ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കി ചെയ്യുക. നോക്കിക്കോ, ഇത് ഞാൻ I1 എന്ന് വിളിക്കുന്നു, ഇത് ഞാൻ I2 എന്ന് വിളിക്കുന്നു. ഓക്കെ, നോക്കിക്കോ, ആദ്യം I1 ചെയ്യാൻ പോവാണ്. I1 ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. -1 to 1 -x + 1 dx. അതിൽ മൈനസ് ഞാൻ അങ്ങനെ തന്നെ ഇടുന്നു. എക്സിന്റെ ഇന്റഗ്രൽ x²/2 പ്ലസ് 1-ന്റെ ഇന്റഗ്രൽ x ടു ദി ലിമിറ്റ് -1 to 1 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 കൊടുക്കുമ്പോൾ മൈനസ് 1-ന്റെ സ്ക്വയർ 1/2 പ്ലസ് 1. ഇത് അപ്പർ ലിമിറ്റ് മൈനസ്. ഇനി ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ -1 കൊടുക്കുമ്പോൾ +1² ആകും. അല്ല, -1² +1 ആകും. പക്ഷെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്, -1/2. ദെൻ എക്സിന് -1 കൊടുക്കുമ്പോൾ -1. നൗ ഈക്വൽ ടു -1/2 +1 +1/2 +1 1/2 cancelled. ആൻസർ ഈസ് 2. അപ്പോൾ ഒന്നാമത്തെ കഷ്ടത്തിൻ്റെത് 2 ആണ്. ഇനി രണ്ടാമത്തെ നോക്കുക. ഇന്റഗ്രൽ 1 to 2 x-1 dx. എക്സിൻ്റെത് x²/2, 1-ൻ്റെത് x ടു ദി ഇന്റർവെൽ 1 to 2. അപ്പർ ലിമിറ്റ് കൊടുക്കുക. 2² 4/2 -2 ഈക്വൽസ്. ഈക്വൽ ആയിട്ടില്ല. x²/2 2 കൊടുക്കുക. 2² 4/2 -2. ഇത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. 1 കൊടുക്കുക. 1² 1/2 -1. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 2 4 2 2 -2 0 0 -1/2 -1 -1/2 മൈനസ് പ്ലസ് 1/2. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം ഇന്റഗ്രൽ -1 to 2 mod x-1 dx equal to I1 plus I2. I1 is 2, I2 is 1/2. The answer is 5/2. So the answer is 5/2. ഓക്കെ, ചെയ്ത് ക്ലിയർ ആണല്ലോ മക്കളെ? മോഡുലസിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെഡി? നൗ നെക്സ്റ്റ് അടുത്തിലേക്ക് പോകാൻ പോവാണ്. ഒന്നുകൂടി നോക്കിക്കോളാം, നല്ലപോലെ നോക്കിക്കോളാം. x² മൈനസ് ഇത് x-1 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. എക്സിന്റെ വാല്യൂ 1 കിട്ടിക്കഴിഞ്ഞാൽ 1-ന്റെ താഴേക്ക് നെഗറ്റീവും 1-ന്റെ മേലോട്ട് പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ -(x-1) യൂസ് ചെയ്യണം, പോസിറ്റീവ് ആണെങ്കിൽ x-1 യൂസ് ചെയ്യണം. സോ ഇതിന് സാധാരണ പോലെ ഫസ്റ്റ് ഇന്റഗ്രൽ എടുക്കുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 2 എന്ന് കിട്ടുന്നു. I2 എടുക്കുന്നു, ഇന്റഗ്രേറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 1/2. ആൻസർ ഈസ് ഓവർ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് അടുത്ത് നോക്കുക. യൂസിങ് പ്രോപ്പർട്ടീസ്. ഇവിടെ യൂസിങ് പ്രോപ്പർട്ടീസ് എന്നാണ് പറഞ്ഞത്. യൂസിങ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക. -π/4 π/4 എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് -a to a എന്ന ഫോർമുലായി. -a to a എന്ന ഫോർമുലായി. -a to a എന്ന ഫോർമുല ആയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അത് ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ എന്നാണ്. അത് ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ നോക്കണം. അപ്പൊ ഇതെന്ത് ചെയ്യണം? ആ ഫംഗ്ഷന് മാത്രം പുറത്തേക്ക് എടുക്കുക. sin² x-നെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് sin² x എന്ന ഫംഗ്ഷനിലേക്ക് x കാണുന്ന എല്ലാ സ്ഥലത്തേക്കും -x ഇട്ട് കൊടുക്കുക. അങ്ങനെ -x ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് sin² - x എന്ന് വരും. sin² - x എന്ന് പറഞ്ഞാൽ sin of -x into sin of -x. നമ്മൾ പണ്ട് ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. sin of -x എന്ന് പറഞ്ഞാൽ -sin x ആണ്. cos of -x എന്ന് പറഞ്ഞാൽ അത് cos x ആണ്. sin of -x എന്ന് പറഞ്ഞാൽ -sin x ആണ്. cos of -x എന്ന് പറഞ്ഞാൽ അത് cos x ആണ്. അപ്പോ sin of -x എന്ന് പറഞ്ഞാൽ അത് -sin x ആണ്. sin of -x എന്ന് പറഞ്ഞാൽ അത് -sin x ആണ്. മൈനസും പ്ലസ് ആയി പോകും. sin x into sin x sin² x എന്ന് കിട്ടും. ഇത് വേറെയാണേ, sin² x എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? sin² x എന്ന ഫംഗ്ഷനിൽ x കാണുന്ന സ്ഥലത്തേക്ക് -x ഇട്ട് കൊടുത്തപ്പോൾ കിട്ടിയതും
സൈൻ സ്ക്വയർ എക്സ് തന്നെയാണ്. എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനിലേക്ക് എക്സ് കാണുന്ന സ്ഥലത്തേക്ക് മൈനസ് എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ വീണ്ടും എഫ് ഓഫ് എക്സ് തന്നെ കിട്ടിയാൽ അത് ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ. അപ്പം therefore സൈൻ സ്ക്വയർ എക്സ് ഈസ് ഈവൻ ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഇന്റഗ്രൽ -π/4 to π/4 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സിലേക്ക് 2 ഇന്റഗ്രൽ 0 to π/4 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ചെയ്താൽ മതി. നമ്മുടെ പ്രോപ്പർട്ടിയാണ്. എന്താ പ്രോപ്പർട്ടി? നമ്മുടെ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്യാൻ 2 ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്താൽ മതി. അപ്പൊ -π/4 to π/4 ചെയ്യേണ്ട ആവശ്യമില്ല, 0 to π/4 ചെയ്താൽ മതി. അതും സൈൻ സ്ക്വയർ എക്സ് ഡി എക്സിൽ ചെയ്താൽ മതി. അപ്പൊ സൈൻ സ്ക്വയർ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. എങ്ങനെയാണ് സൈൻ സ്ക്വയർ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക? അതിന് നമ്മൾ പഠിച്ച റൂൾ യൂസ് ചെയ്യണം. നമ്മൾ പണ്ടേ പഠിച്ച റൂൾ ഉണ്ട്. സൈൻ 2x is equal to 1 minus 2 സൈൻ സ്ക്വയർ എക്സ്. ഇതിൽ നിന്ന് സൈൻ സ്ക്വയർ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് ഇങ്ങോട്ട്, കോസ് 2x അങ്ങോട്ട്, 1 മൈനസ് കോസ് 2x, ഒരു ഇൻറ്റു 2 പോയ ബൈ 2, ഇയാൾ ഇങ്ങനെ കിട്ടും. അപ്പൊ സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പൊ എങ്ങനെ മാറ്റി എഴുതാം? 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to π/4 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് 2x ബൈ 2 dx. അതിനെ 2 രണ്ടു പേർക്കും വേറെ വേറെ കൊടുക്കുക, ബ്രേക്ക് ചെയ്യുക. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 0 to π/4 1/2 മൈനസ് കോസ് 2x ബൈ 2 dx. അതിന് വേണ്ട 1/2 പുറത്തിട്ടാ പോരെ, ദാറ്റ് ഈസ് മച്ച് ബെറ്റർ. ഞാൻ എന്താ പണി ചെയ്തത്? അപ്പൊ 2 കട്ടായി പോയിക്കോളും. അത് കത്തിയില്ലല്ലോ പെട്ടെന്ന് അല്ലേ? എന്താ പറ്റി? 2 ഇൻറ്റു 1/2 പിടിച്ച് പുറത്തിടുക. സോ 1/2 ഇന്റഗ്രൽ 0 to π/4 1 മൈനസ് കോസ് 2x 2 ക്യാൻസൽസ്. ഇനി ഇയാൾ അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1ന്റെ ഇന്റഗ്രൽ എക്സ് മൈനസ് കോസ് 2x ഇന്റഗ്രൽ കോസ് എക്സിന് ഇന്റഗ്രൽ സൈൻ എക്സ് ആണ്. അപ്പൊ കോസ് 2x ഇന്റഗ്രൽ സൈൻ 2x ആണ്. അതിൽ 2x കയറി വന്നവനാണ്. ഡെറിവേറ്റീവ് ഡിവൈഡ് ചെയ്യണം ബൈ 2 to the interval 0 to π/4 equals ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. എക്സിന് π/4 കൊടുക്കുക. π/4 മൈനസ് സൈൻ 2 ഇൻറ്റു π/4 ബൈ 2, ഇതാണ് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് 0 മൈനസ് സൈൻ 2 ഇൻറ്റു 0 ബൈ 2. ഇതിന് 2 and 4 കട്ടായ 2 എന്ന് കിട്ടും. അപ്പൊ സൈൻ π/2 സൈൻ 90 1 ആണ്. സൈൻ 0 0 സൈൻ 90 1. അപ്പൊ 2 4 കട്ടായ π/2 സൈൻ π/2 which is equal to π/4 മൈനസ് 2 4 കട്ടായി സൈൻ π/2 എന്ന് കിട്ടി. സൈൻ π/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1/2. ഇവിടെ നോക്കുക, 2 ഇൻറ്റു 0 0 സൈൻ 0 0 0/2 0 0 മൈനസ് 0 0 മൊത്തം 0. ആട് മൊത്തം 0. Okay, so the answer is π/4 minus 1/2. ക്രോസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനത്തെ നിർത്തുക. അല്ലെങ്കിൽ π minus 2/4 കോമൺ ആക്കാം. ആ വേണോ π/2 minus 4 വേണ്ട, അത് മതി. Now next, അടുത്ത് നോക്കുക. ഇതും യൂസിങ് പ്രോപ്പർട്ടീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതും -1 to 1 -a to a കണ്ടാൽ നിങ്ങൾ അതിൽ ഓഡ് ഈവൻ ചെക്ക് ചെയ്യുക. അപ്പൊ നോക്കിക്കോ, സൈൻ 5x ഇൻറ്റു കോസ് 4x is equal to സൈൻ റേസ് ടു 5x കോസ് റേസ് ടു 4x ഈക്വൽ ടു അല്ല. ഇതിലേക്ക് നമ്മുടെ ഫംഗ്ഷനിലേക്ക് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനിലേക്ക് എക്സ് കാണുന്ന സ്ഥലത്തേക്ക് എന്തിട്ട് കൊടുക്കുക? -x ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പം ദിസ് ഈസ് സൈൻ റേസ് ടു 5 ഓഫ് -x കോസ് റേസ് ടു 4 ഓഫ് -x. ഞാൻ തൊട്ട് മുന്നേ എഴുതി വെച്ചിട്ടുണ്ട്. സൈൻ ഓഫ് -x എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, കോസ് ഓഫ് -x എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. അപ്പം സൈൻ റേസ് ടു 5 ഓഫ് -x എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഓഫ്. ഇവിടെ നോക്കുക, അവിടെ സൈൻ ഓഫ് -x എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, സൈൻ ഓഫ് -x എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. അങ്ങനത്തെ 5 എണ്ണം ഉണ്ട്. സൈൻ റേസ് ടു 5 ഓഫ് -x, ഒരു സൈൻ ഓഫ് -x ആണ് എന്താവുക?
മൈനസ് സൈൻ എക്സ് ആവുക. അപ്പൊ അങ്ങനത്തെ 5 ഉണ്ട്. മൈനസ് സൈൻ ഓഫ് എക്സ്, മൈനസ് സൈൻ ഓഫ് എക്സ്, മൈനസ് സൈൻ ഓഫ് എക്സ്, മൈനസ് സൈൻ ഓഫ് എക്സ്, മൈനസ് സൈൻ ഓഫ് എക്സ്. 2 മൈനസ് മൈനസ് പ്ലസ്, 2 മൈനസ് മൈനസ് പ്ലസ് 1 ബാക്കിയാകും. അങ്ങനെ 1 ബാക്കിയായി കഴിഞ്ഞാൽ ഒരു മൈനസ് ബാക്കിയായില്ലേ, ആ മൈനസ് ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ മൈനസ് സൈൻ റേസ് ടു 5x എന്ന് കിട്ടും. ഡൗട്ട് ഉണ്ടാവരുത്, ഞാൻ ഒന്നും കൂടി പറയാം. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ, സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ, സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് എന്നാണ്. അപ്പൊ ഇവിടെ സൈൻ റേസ് ടു 5, 5 സൈൻ റേസ് ടു മൈനസ് എക്സ് ഉണ്ട്, 5 സൈൻ റേസ് ടു മൈനസ് എക്സ് ഉണ്ട്, 5 സോറി സൈൻ റേസ് ടു മൈനസ് എക്സ് അല്ല, സൈൻ ഓഫ് മൈനസ് എക്സ് ഉണ്ട്, 5 സൈൻ ഓഫ് മൈനസ് എക്സ് ഉണ്ട്. അതിൽ ഓരോ സൈൻ ഓഫ് മൈനസ് എക്സും മൈനസ് സൈൻ എക്സ് ആകും. 5 മൈനസ് സൈൻ എക്സ് ഉണ്ടാവും. 5 എണ്ണത്തിൽ 2 പോസിറ്റീവ് ആയി പോകും, 1 നെഗറ്റീവ് ബാക്കിയാവും. അപ്പോൾ മൈനസ് സൈൻ റേസ് ടു 5x. ഇനി കോസ് റേസ് ടു 4 ഓഫ് മൈനസ് എക്സ്. അപ്പൊ 4 കോസ് ഓഫ് മൈനസ് എക്സ് ഉണ്ട്. അതിൽ ഓരോ കോസ് ഓഫ് മൈനസ് എക്സും കോസ് എക്സ് കോസ് എക്സ് കോസ് എക്സ് ആകും. അപ്പം കോസ് റേസ് ടു 4 ഓഫ് എക്സ് എന്ന് കിട്ടും. അപ്പൊ നോക്കിക്കേ, സൈൻ റേസ് ടു 5x ഇൻറ്റു കോസ് റേസ് ടു 4x സൈൻ റേസ് ടു 5x കോസ് റേസ് ടു 4xലേക്ക് നമ്മൾ മൈനസ് എക്സ് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് മൈനസ് സൈൻ റേസ് ടു 5ഉം കോസ് റേസ് ടു 4ഉം ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. therefore നമ്മൾ പറയും, therefore നമ്മൾ എന്ത് പറയും, സൈൻ എക്സ് റേസ് ടു 5 കോസ് 4x ഈസ് ഓഡ് ഫംഗ്ഷൻ അല്ലെ. മൈനസ് പുറത്തു വന്നില്ലേ, ഓഡ് ഫംഗ്ഷൻ ആയി. അതുകൊണ്ട് ഇന്റഗ്രൽ -1 to 1 എഫ് ഓഫ് എക്സ് എഴുതണ്ട, നമുക്ക് ഫംഗ്ഷൻ തന്നെ എഴുതല്ലേ, അതൊരു മടിപ്പണിയായി പോയി. എവിടെ 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 -1 to 1 സൈൻ റേസ് ടു 5x ഇൻറ്റു കോസ് റേസ് ടു 4x dx ഈക്വൽ ടു, ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, 0. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നോക്കുക. ഇത് കണ്ടോ, ഇത് 0 to a ലാണ്. 0 to a 0 to a യിൽ തന്നു കഴിഞ്ഞാൽ നോക്കിക്കോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ 0 to a എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഡി എക്സിൽ നമുക്ക് ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് ചെയ്യാം. ഇതാണ് ഇനി ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി. ഓക്കെ, ഇന്റഗ്രൽ 0 to a ആവണം നിർബന്ധമാണ്. 0 to a എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്കതിനെ എഫ് ഓഫ് എ മൈനസ് എക്സിലേക്ക് മാറ്റാം. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഈ ഫംഗ്ഷനെ ഐ എന്ന് കോൾ ചെയ്യുന്നു. ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. എന്നിട്ട് ഇതിൽ നമ്മൾ ആ റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് എന്ന് പറഞ്ഞാലും അവർ സെയിം ആണ് അല്ലെ, അവർ സെയിം ആണ്. അപ്പൊ നോക്കിക്കേ, ഐ ഈക്വൽ ടു, നമ്മൾ ഇതിന് ഇക്വേഷൻ 1 എന്ന് വിളിക്കുക, ഇതിന് ഇക്വേഷൻ 1 എന്ന് വിളിക്കുക. ദെൻ ഇതിലേക്ക് നമ്മൾ റൂൾ അപ്ലൈ ചെയ്യാൻ പോകണം. റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സിലെ എഫ് ഓഫ് എ മൈനസ് എക്സ് ആക്കുക എന്നാണ് പറയുന്നത്. എഫ് ഓഫ് എക്സിൽ നിന്ന് എഫ് ഓഫ് എ മൈനസ് എക്സ് എങ്ങനെ എഴുതുക, എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനിൽ എക്സ് കാണുന്ന എല്ലാ സ്ഥലത്തേക്കും എ മൈനസ് എക്സ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പം എക്സ് കാണുന്ന സ്ഥലത്തേക്ക് എ മൈനസ് എക്സ് കൊടുക്കുക, എക്സ് കാണുന്ന സ്ഥലത്തേക്ക് എ മൈനസ് എക്സ് കൊടുക്കുക, പ്ലസ് പ്ലസ് എ മൈനസ് എക്സ് കാണുന്ന സ്ഥലത്തേക്ക് എ മൈനസ് എക്സ് കൊടുക്കുക. ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a മേലെ എ മൈനസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ മൈനസ് എക്സ് പ്ലസ്, ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ ഈ എയും കട്ടായി പോകും. മൈനസ് ഓഫ് മൈനസ് പ്ലസ് റൂട്ട് എക്സ് എന്ന് കിട്ടും. ഇതിന് 2 എന്ന് വിളിക്കുക. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചു നോക്കിക്കേ, 1ന്റെ ഡിനോമിനേറ്റർ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ മൈനസ് എക്സ്, 2ന്റെ ഡിനോമിനേറ്റർ റൂട്ട് ഓഫ് എ മൈനസ് എക്സ് പ്ലസ് റൂട്ട് എക്സ്. സംഭവം രണ്ടും സെയിം അല്ലേ, സെയിം ആണ്. പോരാ, ന്യൂമറേറ്ററും കൂടി നോക്കുക. ഇവിടെ റൂട്ട് എക്സ്, ഇവിടെ റൂട്ട് ഓഫ് എ മൈനസ് എക്സ്, അതല്ലേ ഡിനോമിനേറ്ററിൽ കിടക്കണത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം തമ്മിൽ അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇക്വേഷൻ 1ൽ ഐ, ഇക്വേഷൻ 2ൽ ഐ പ്ലസ് ഐ 2i. 2i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a
ഇന്റഗ്രൽ 0 to a ഇവിടുത്തെ ഡിനോമിനേറ്ററും 1ത്തെ ഡിനോമിനേറ്ററും 2ത്തെ ഡിനോമിനേറ്ററും രണ്ടും സെയിം ആണ്. അപ്പൊ കോമൺ ഡിനോമിനേറ്റർ റൂട്ട് ഓഫ് a മൈനസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ്, റൂട്ട് ഓഫ് a മൈനസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ്. ന്യൂമറേറ്ററിൽ റൂട്ട് എക്സ് ഇക്വേഷൻ 1ലും റൂട്ട് a മൈനസ് എക്സ് ഇക്വേഷൻ 2ലും dx. എന്താ സംഭവിക്കുക? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടും കട്ടായി പോകും, കാരണം ബോത്ത് ആർ സെയിം. അപ്പൊ നമുക്ക് കിട്ടും 2i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a 1 dx. അപ്പൊ 2i ഈക്വൽ ടു 1 ഇന്റഗ്രൽ x ടു ദി ഇന്റർവെൽ 0 to a. അപ്പം ബാക്കി ഇവിടെ ഉണ്ട് 2i ഈക്വൽ ടു 1 ഇന്റഗ്രൽ x കിട്ടി. എക്സിന്റെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് a, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക. സോ അപ്പർ ലിമിറ്റ് a മൈനസ് ലോവർ ലിമിറ്റ് 0. a എക്സിന് കൊടുത്താൽ a, 0 എക്സിന് കൊടുത്താൽ 0. അപ്പോ i ഈക്വൽ ടു a ബൈ 2. i ഈക്വൽ ടു a ബൈ 2 ഇസ് ദ ആൻസർ. ഈ i ആരായിരുന്നു? ക്വസ്റ്റ്യൻ ആണ് i. ഞാൻ i എന്ന് മാത്രമേ എഴുതിയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ആക്കാം. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നോക്കിക്കേ, 0 to pi by 2, 0 to a, ഇതേ റൂൾ അപ്ലൈ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുന്നു? i എന്ന് കോൾ ചെയ്യുന്നു. ഇന്റഗ്രൽ 0 to pi by 2 സൈൻ റേസ് ടു 5 ബൈ സൈൻ റേസ് ടു 5 പ്ലസ് കോസ് റേസ് ടു 5 dx. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക. നൗ i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2 സൈൻ റേസ് ടു 5 ഓഫ് എക്സ് കാണുന്ന സ്ഥലത്തേക്ക് a മൈനസ് എക്സ് അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ പൈ ബൈ 2 മൈനസ് എക്സ് ബൈ സൈൻ റേസ് ടു 5 പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് കോസ് റേസ് ടു 5 പൈ ബൈ 2 മൈനസ് എക്സ് ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ പണ്ടേ പഠിച്ച റൂൾ ഉണ്ട്. എന്താ റൂള്? സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് തീറ്റ ഈസ് കോസ് തീറ്റ. കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് തീറ്റ ഈസ് സൈൻ തീറ്റ. അല്ലേ? ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷനിലേക്ക് പൈ ബൈ 2ന്റെ ടേംസ് കൊടുത്താൽ, പൈ ബൈ 2 പ്ലസോ പൈ ബൈ 2 മൈനസോ കൊടുത്തു കഴിഞ്ഞാൽ അത് കോ ഫംഗ്ഷൻ ആകും. അപ്പൊ സൈനിലേക്ക് പൈ ബൈ 2 കൊടുത്താൽ കോസ് ആകും, കോസിലേക്ക് പൈ ബൈ 2 കൊടുത്താൽ സൈൻ ആകും. ടാനിൽ കൊടുത്താൽ കോട്ടാകും, കോട്ടിൽ കൊടുത്താൽ ടാൻ ആകും, കൊസീക്കിൽ കൊടുത്താൽ സീക്കാവും, സീക്കിൽ കൊടുത്താൽ കൊസീക്കാകും. ഓക്കെ, പൈ ബൈ 2 കൊടുത്താൽ കൊടുക്കുന്ന ആളുടെ കോ ഫംഗ്ഷൻ കിട്ടും. കോ ഫംഗ്ഷൻ സൈനിന്റെ കോ ആണ് കോസ്, കോസിന്റെ കോ ആണ് സൈന്, ടാനിന്റെ കോ ആണ് കോട്ട്, കോട്ടിന്റെ കോ ആണ് ടാന്, കൊസീക്കിന്റെ കോ ആണ് സീക്ക്, സീക്കിന്റെ കോ ആണ് കൊസീക്ക്. ആ പേരിൽ തന്നെ ഉണ്ട്. സൈനിന്റെ കൂടെ കോടുമ്പോഴാണ് കൊസൈൻ ആവുക. ടാനിന്റെ കൂടെ കോടുമ്പോഴാണ് കോട്ടാൻ ആവുക. കോട്ടാനാണ് കോട്ട്, കോട്ടാൻസെന്റ്, അതാണ് കോട്ട്. സീക്കിന്റെ കൂടെ കോടുമ്പോഴാണ് അത് കൊസീക്ക് ആവുക. അപ്പൊ അവരാണ് അങ്ങനെ പെയർ ചെയ്ത് വരിക. അപ്പൊ പൈ ബൈ 2 കൊടുക്കുമ്പോഴാണ് കോ ഫംഗ്ഷൻ കിട്ടുക. അപ്പൊ നോക്കിക്കേ, സൈനിന്റെ ഉള്ളിൽ പൈ ബൈ 2 കൊടുത്താൽ ഓഫ്കോഴ്സ് അത് കോസ് കിട്ടും. അപ്പോ i ഈക്വൽ ടു 0 to pi by 2 സൈനിന്റെ ഉള്ളിൽ പൈ ബൈ 2 കൊടുത്താൽ അത് കോസ് റേസ് ടു 5 എക്സ് ആകും. താഴത്ത് സൈനിന്റെ ഉള്ളിൽ പൈ ബൈ 2 കൊടുത്താൽ അത് കോസ് ആകും, കോസിന്റെ ഉള്ളിൽ കൊടുത്താൽ അത് സൈൻ ആകും. അപ്പൊ നോക്കിക്കേ, ഇതിന് 2 എന്ന് വിളിച്ചാൽ 1ന്റെ ഡിനോമിനേറ്റർ നോക്കുക, 2ന്റെ ഡിനോമിനേറ്റർ നോക്കുക, രണ്ടും സെയിം ആണ്. 1ന്റെ ന്യൂമറേറ്റർ നോക്കുക, 2ന്റെ ഡിനോമിനേറ്റർ നോക്കുക, അത് രണ്ടുമാണ് ഡിനോമിനേറ്ററിൽ വരുന്നതും. നേരത്തെ സെയിം സിറ്റുവേഷൻ. 1ന്റെ ഡിനോമിനേറ്ററും 2ന്റെ ഡിനോമിനേറ്ററും സെയിം ആയി. അതേപോലെ തന്നെ 1ന്റെ ന്യൂമറേറ്ററും 2ന്റെ ഡിനോമിനേറ്ററുമാണ് 1ന്റെ ന്യൂമറേറ്ററും 2ന്റെ ന്യൂമറേറ്ററുമാണ് ഡിനോമിനേറ്റർ ആയി നിൽക്കുന്നത്. അപ്പം അതും ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 അങ്ങ് ചെയ്താൽ മതി. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to ഒരു 2i എഴുതാൻ വിട്ടുപോയി. ഇക്വേഷൻ 1ൽ i, ഇക്വേഷൻ 2ൽ i, 2i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2. 1ലും 2ലും ഒരേ ഡിനോമിനേറ്റർ സൈൻ റേസ് ടു 5 പ്ലസ് കോസ് റേസ് ടു 5. 1ലുള്ളത് സൈൻ റേസ് ടു 5, 2ലുള്ളത് കോസ് റേസ് ടു 5. നേരത്തെ പോലെ തന്നെ കട്ടായി പോയാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2 1 dx and which is equal to x to the interval 0 to pi by 2. അപ്പൊ 2i ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0.
സോ ബാക്കി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ, ഇതിനുള്ളിൽ എഴുതുന്നുണ്ട്, അടുത്തേക്ക് പോകേണ്ട, ഇവിടെ തന്നെ കൊള്ളു. നോക്കുക, 2i ഈക്വൽ ടു പൈ ബൈ 2. അപ്പൊ 2i ഈക്വൽ ടു പൈ ബൈ 2, i ഈക്വൽ ടു പൈ ബൈ 2 പോകുമ്പോൾ ബൈ 2 4. ഓൾറെഡി 2 ഉണ്ട്, ബൈ 2 പോകുമ്പോൾ 4 ആവും. 2i ഈക്വൽ ടു പൈ ബൈ 4. ഓക്കെ, അപ്പൊ 0 to a തന്നു കഴിഞ്ഞാൽ ഓഡ് ഓർ ഈവൻ ഫംഗ്ഷൻ ചെക്ക് ചെയ്യുക. ഓഡ് ആണെങ്കിൽ കഴിച്ചിലായി 0, ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഈവൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, 0 to a തരുമ്പോൾ, സോറി 0 to a തരുമ്പോഴല്ല, മൈനസ് a to a തരുമ്പോൾ, പറഞ്ഞു മാറിപ്പോയി. മൈനസ് a to a തന്നു കഴിഞ്ഞാൽ ഓഡ് ഓർ ഈവൻ ഫംഗ്ഷൻ ചെക്ക് ചെയ്യുക. ഓഡ് ആണെങ്കിൽ 0 ആകും, ഈവൻ ആകുമ്പോൾ 2 ടൈംസ് ആക്കി ചെയ്താൽ മതി. ഇനി 0 to a ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂള് നമ്മൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 2 ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്ത് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക, അതിൽ മാച്ച് ആയിക്കോളും. ഓക്കെ, സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ചെയ്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെജോറിറ്റി എല്ലാ ടൈപ്പും ടച്ച് ചെയ്തിട്ടുണ്ട്, എല്ലാ വെറൈറ്റീസും ടച്ച് ചെയ്തിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, എത്രത്തോളം തപ്പി പിടിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം തപ്പി പിടിച്ചെടുക്കുക. എന്നാലേ മക്കളെ ഇൻ്റഗ്രേഷൻ പവർഫുൾ ആയി കിട്ടുള്ളൂ. നല്ല മാർക്കിന് ചോദ്യം ചോദിക്കും, ഒരു ഗ്രേഡിനുള്ള മാർക്ക് ഇൻ്റഗ്രേഷന് ചോദിക്കും. ഒരു ഗ്രേഡ് എന്ന് പറഞ്ഞാൽ, ഒരു ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എത്ര, 60 മാർക്കാണ് നമ്മൾ എഴുതുക. 60 മാർക്കിൽ 6 മാർക്കാണ് ഒരു ഗ്രേഡ്. 6 മാർക്ക് കുറഞ്ഞ ഒരു ഗ്രേഡ് പോയി എന്നാണ്. 54 കിട്ടിയ എ ആയിപ്പോയി, എ പ്ലസ് എന്ന് കുറയും. 53 കിട്ടിയ എ ആവും. 6 മാർക്ക് കുറഞ്ഞ ഒരു ഗ്രേഡ് പോയി. ഇൻ്റഗ്രേഷൻ ഉറപ്പായിട്ടും 6 മാർക്കിൽ കൂടുതൽ ചോദിക്കും, 10 മാർക്ക് ഉറപ്പായിട്ടും ചോദിക്കും, കാരണം ഓപ്ഷൻസ് ഉള്ളതല്ലേ. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടാവും. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻസിൽ ഇൻ്റഗ്രേഷൻ തപ്പിപ്പിടിച്ച് ചെയ്യാൻ മതി അല്ലേ. കാരണം ഇപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അറിയാം. എന്നാലും ഒരേ ഗ്രൂപ്പിൽ തന്നെ ചിലപ്പോൾ 2 ഇൻ്റഗ്രേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തം ഉറപ്പായിട്ട് ഒരു 10 മാർക്കിൻ്റെ അടുത്ത് ഇൻ്റഗ്രേഷനിൽ ചോദ്യം ഉണ്ടാവും അല്ലേ. അപ്പം ഇൻ്റഗ്രേഷൻ പഠിച്ച ഒരു ഗ്രേഡ് ഉറപ്പായിട്ടും കിട്ടും. 6 മാർക്ക് ഷുവറാണ്, ഒന്നും നോക്കാനില്ല. 13 ചാപ്റ്ററിൽ നിന്ന് 60 മാർക്ക് ഡിവൈഡ് ചെയ്താൽ പോലും 5 മാർക്ക് തേച്ച് വയ്ക്കാൻ കഴിയില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇൻ്റഗ്രേഷൻ ഒരു 6, 7, 8 മാർക്കിന് ഇൻ്റഗ്രേഷൻ ചോദ്യം ചോദിക്കും. അത്രയും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് തപ്പി പിടിച്ചെടുക്കുക, പ്രാക്ടീസ് ചെയ്യുക, കിട്ടാത്തുണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കിക്കോ, 0 to 2 ആണ്. 0 to 2 എന്ന് പറഞ്ഞാൽ 0 to a പോലെ, 0 to 2 ആണ്. അപ്പോൾ 0 to a പോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റൂൾ അപ്ലൈ ചെയ്യാം. റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 x റൂട്ട് ഓഫ് 2 മൈനസ് എക്സ് ഡി എക്സ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ 0 to 2 എക്സ് എന്ന് കാണുന്ന എഫ് ഓഫ് എക്സിലേക്ക്, എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനിൽ എക്സ് കാണുന്ന സ്ഥലത്തേക്ക് എ മൈനസ് എക്സ് അപ്ലൈ ചെയ്യാം. എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനിൽ എക്സ് കാണുന്ന സ്ഥലത്തേക്ക് എ മൈനസ് എക്സ് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ എ 2 ആണെന്ന് മനസ്സിലാക്കുക. അപ്പം 2 മൈനസ് എക്സ്, എക്സ് കാണുന്ന സ്ഥലത്തേക്ക് 2 മൈനസ് എക്സ് അപ്ലൈ ചെയ്യാം. എക്സ് കാണുന്ന സ്ഥലത്തേക്ക് 2 മൈനസ് എക്സ് അപ്ലൈ ചെയ്യാം. അപ്പം എക്സ് കാണുന്ന സ്ഥലത്തേക്ക് 2 മൈനസ് എക്സ് കൊടുത്തു. റൂട്ട് ഓഫ് 2 മൈനസ് എക്സ് കാണുന്ന സ്ഥലത്തേക്ക് 2 മൈനസ് എക്സ് അപ്ലൈ ചെയ്യാം, ഡി എക്സ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 0 to 2 2 മൈനസ് എക്സ്, ഈ 2 കട്ടാകും, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. അപ്പൊ റൂട്ട് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. 2 മൈനസ് എക്സ് റൂട്ട് എക്സ്. ഇനി റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 2 മൈനസ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 1/2 ഡി എക്സ് എഴുതാം. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/2 എഴുതാം. ചുമ്മാ അങ്ങ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 2 എക്സ് റേസ് ടു 1/2 ഇൻറ്റു 2x റേസ് ടു 1/2 മൈനസ്. അടുത്ത് നോക്കുക, എക്സ് റേസ് ടു 1/2 ഇൻറ്റു എക്സ്, എക്സ് റേസ് ടു 1/2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് എന്ന് മാത്രം പറയുമ്പോൾ എക്സിന് പവർ 1 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് വന്നാൽ എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പൊ എക്സ് റേസ് ടു 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/2 പ്ലസ് 1 ആണ്. 1/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3/2 ഡി എക്സ്. ഇതാവുമ്പം പീസ് 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 ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഈക്വൽ ടു 2നെ പിടിച്ച് പുറത്തിട്ടു, ഈ 2 ആണ്, ആ 2 പിടിച്ച് പുറത്തിട്ടു. എക്സ് റേസ് ടു 1/2, എക്സ് റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എന്നിന്റെ റൂൾ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി റൂട്ട് എക്സിൻ്റെ പഠിച്ചു വെച്ചിട്ടില്ലേ, അത് ചെയ്താലും മതി. നമ്മളിപ്പോൾ റൂട്ട് എക്സ് എന്നല്ലല്ലോ എഴുതി, എക്സ് റേസ് ടു 1/2 എന്നല്ല എഴുതി. നമുക്ക് റൂൾ പ്രകാരം പോവാം.
എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. 2x റൂട്ട് എക്സ് ബൈ 3 എഴുതിയാൽ മതി. നമ്മൾ എന്തായാലും ഇപ്പോൾ എഴുതിയത് വേഗം ഇങ്ങനെ ചെയ്തു, കാര്യമാക്കണ്ട, പോട്ടെ. മൈനസ് എക്സ് റേസ് ടു 3/2, ഇതേ റൂൾ അപ്ലൈ ചെയ്യുക. എക്സ് റേസ് ടു 3/2 പ്ലസ് 1 ബൈ 3/2 പ്ലസ് 1 ടു ദി ലിമിറ്റ് 0 to 2. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു എക്സ് റേസ് ടു 3/2 ബൈ 3/2 മൈനസ് എക്സ് റേസ് ടു 5/2 ബൈ 5/2. ഓക്കെ, വിത്ത് ദി ലിമിറ്റ് 0 to 2. നൗ തല ഉത്തരം മേലെ പോകുമ്പോൾ 2 ഇൻറ്റു 3/2 തല കുത്തനെ മേലെ പോവും. അപ്പൊ 2x റേസ് ടു 3/2 ബൈ 3 മൈനസ് 2x റേസ് ടു 5/2 ബൈ 3 ടു ദി ലിമിറ്റ് 0 to 2. ഓക്കെ, അതിൽ ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 2 4 ആകും. അപ്പം 4 ഇൻറ്റു എക്സ് റേസ് ടു 3/2, അപ്പൊ 2 എന്ന് കൊടുക്കുക. 2 റേസ് ടു 3/2 4 ഇൻറ്റു 2 റേസ് ടു 3/2 ബൈ 3, അപ്പൊ ബൈ 3 മൈനസ് 2x, അപ്പം 2 ഇൻറ്റു 2 റേസ് ടു 5/2 ബൈ 3, അല്ല ബൈ 3 അല്ലല്ലോ, അവിടെ ബൈ 5 അല്ലേ വരിക. ബൈ 5 അല്ലേ, ബൈ 5. ഇവിടെ 5/2 അല്ലേ, അപ്പൊ 5/2 തല കുത്തനെ മേലെ പോയി 2/5 അല്ലേ വരിക. 2/5 ഇത് അപ്പർ ലിമിറ്റ് മൈനസ് അല്ലേ. 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 റേസ് ടു 3/2 2 റേസ് ടു 5/2. ഓക്കെ, മൈനസ്. ഇനി അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. ഇനി ലോവർ ലിമിറ്റ് ഇവിടെ 0 ആണ്. ലോവർ ലിമിറ്റ് 0 എടുക്കുമ്പോൾ 4 ഇൻറ്റു 0 റേസ് ടു 3/2 ബൈ 3 മൈനസ്, ശരിക്കും എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മൾ കുറച്ച് ആർഭാട് ആയിക്കോട്ടെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ഇങ്ങനെ വരും. അതിൽ ആ കഷ്ണം 0 ആയിപ്പോയേ, ഇത് മൊത്തം 0 ആയിപ്പോയി. ഇത് ചെയ്താൽ മതി. ദിസ് ഈക്വൽ ടു 4 ഇൻറ്റു 2 റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 3 8, ദെൻ അതിൻ്റെ റൂട്ട് 4 റൂട്ട് 2 അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, 2 റേസ് ടു 3/2 അല്ലേ, 2 റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 1/2 റേസ് ടു 3, 2 റേസ് ടു 1/2 ഹോൾ റേസ് ടു 3, 2 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 റേസ് ടു 3, റൂട്ട് 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 2 റൂട്ട് 2. ഞാൻ പറഞ്ഞ എക്സ് റൂട്ട് എക്സിന്റെ പരിപാടി ഇല്ലേ, അത് തന്നെ. അപ്പൊ ഇത് 2 റൂട്ട് 2 ബൈ 3 മൈനസ് ഇനി നോക്കുക, 2 റേസ് ടു 5/2, 2 റേസ് ടു 5/2 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 1/2 റേസ് ടു 5 എന്നാണ്. 2 റേസ് ടു 5/2 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 1/2 ഹോൾ റേസ് ടു 5. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 റേസ് ടു 5. റൂട്ട് 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 5 റൂട്ട് 2, 2 റൂട്ട് 2 2 2 റൂട്ട് 2 അടുത്ത 2 ആകും, 2 ഇൻറ്റു 2 4 ആകും. അപ്പോൾ 4 റൂട്ട് 2 റൂട്ട് 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 4 റൂട്ട് 2, അപ്പോൾ 4 റൂട്ട് 2 ബൈ 5, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 8 റൂട്ട് 2 ബൈ 3 മൈനസ് 4 റൂട്ട് 2 ബൈ 5. ദിസ് ഈസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, ഇവിടെ വരെ ഇതിൽ തന്നെ എത്തിയാൽ മതി, നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇൻ്റഗ്രേഷനിൽ ചെയ്തത്. സോ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ കാര്യമാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എല്ലാ ടൈപ്പിൽ നിന്നും മിനിമം 2 വീതം പഠിച്ചു വെച്ചാൽ മതി. ഫംഗ്ഷൻസ് മാറാന്നല്ലാതെ ഓരോ ടൈപ്പിലും 2 എക്സാംസ് പഠിച്ചു വെച്ചാൽ മതി. കാരണം ഫംഗ്ഷൻസ് മാറാന്നല്ലാതെ പ്രൊസീജിയറിലോ മറ്റൊന്നിലും മാറ്റം വരില്ല അല്ലേ. സോ നല്ല അടിപൊളി പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഉറപ്പായിട്ടും ഒരു 6 മുതൽ 10 വരെ മാർക്ക് ഷുവറാണ്. ഓക്കെ, സോ എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു നോക്കുക, ചെയ്ത് നോക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് എടുക്കുക, പഠിക്കുക. ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ചോദിക്കുക, നമ്മളോട് ക്ലിയർ ചെയ്യുക. ഓക്കെ, സോ ഇൻ്റഗ്രേഷൻ നമ്മൾ തീർക്കാൻ പോവാണ്, ഇൻ്റഗ്രേഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ ഇൻ്റഗ്രേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചാപ്റ്റർ സെറ്റാക്കാം. ശരി.